സ്തോത്രം. എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്ന, എല്ലാ സ്റ്റേജിലും പറയും, 1.5 മീറ്റർ അകലം പാലിച്ചുകൊണ്ട് അല്ല ഇവിടെ ഇരിക്കുന്നത്. 10 രൂപയുടെ മാസ്ക് ധരിച്ചത് കൊണ്ടല്ല, 5 രൂപയുടെ സാനിറ്റൈസർ കൊണ്ട് കൈ തുടച്ചത് കൊണ്ടല്ല, സ്തോത്രമല്ല 2 ഡോസ് മരുന്നെടുത്തുകൊണ്ടല്ല. തമ്പുരാന്റെ ധേയ, ദൈവത്തിന്റെ ധേയ, അവന്റെ ധേയം നേക്കുമുള്ളതെന്ന് യഹോവ ഭക്തൻ പറയട്ടെ. യഹോവ നല്ലവനല്ലോ, അവന്റെ ധേയം നേക്കുമുള്ളത്, അവന്റെ ധേയം നേക്കുമുള്ളതെന്ന് യഹോവ ഭക്തർ പറയട്ടെ. ഓ ഹല, ഭക്തനാരാ? ഭക്തനാരാ? യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. ആരാ ഭക്തൻ? അഗ്നിശോധനയെ ആരാധനയാക്കി മാറ്റുന്നവനാ ഭക്തൻ. പരിശോധനകളെ, അഗ്നിശോധനകളെ ആരാധനയാക്കി മാറ്റുന്നവനാ ഭക്തൻ. പ്രതികൂലങ്ങൾ അവന് വിഷയമല്ല, പ്രതിസന്ധികൾ അവന് വിഷയമല്ല, വെല്ലുവിളികൾ അവന് വിഷയമല്ല. അവൻ അറിഞ്ഞ സത്യത്തെ അവൻ ഉയർത്തും. ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവില് വീണ്ടെടുപ്പിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ ദൈവമല്ലേ, കരയുന്ന ദൈവമല്ലേ, പ്രാർത്ഥിക്കുന്ന ദൈവമല്ലേ, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ലെന്ന് അരുളി ചെയ്ത ഒരു പുസ്തകമുണ്ടെങ്കിൽ, നമ്മൾ എല്ലാവരും ഒത്തിരി പുസ്തകം വായിച്ചവരാ. പക്ഷെ നമ്മെ വായിച്ച ഏക പുസ്തകം, എന്നെ വായിച്ച പുസ്തകം ഇതാ. യേശുവിനെ അറിയാത്തൊരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ക്രിസ്തുവിനെ കുറിച്ചോ രക്ഷയെ കുറിച്ചോ അറിയത്തില്ല. 17 വയസ്സ് വരെ മതപാഠശാല പഠിച്ചു. സ്വതഹല്ലിൽ അപ്രകാരമൊക്കെ ജീവിച്ചു. പഠിച്ചു വെച്ച പാഠങ്ങളും വളർന്നു വന്ന സാഹചര്യം ഈ പുസ്തകത്തിനെതിരായിരുന്നു. എന്റെ നല്ല യൗവന പ്രായത്തിൽ കൂട്ടുകാരിലൂടെ യേശുവിനെ കുറിച്ച് കേട്ടു. അംഗീകരിക്കാൻ കഴിയാതെ ഒത്തിരി ഇതിനെ നിരാകരിച്ചു. ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, കല്ലറ തുറന്ന് പുറത്തു വന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, സ്വർഗത്തിൽ കരയേറിയ ഒരു ദൈവമുണ്ടെങ്കിൽ, സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, യേശുവാന്ന് പറഞ്ഞവരോട് വളരെ തർക്കിച്ചും വാദിച്ചും ഒടുവിൽ തുറക്കപ്പെട്ട വേദപുസ്തകത്തിന്റെ താളുകളെ വലത് കൈ കൊണ്ട് വലിച്ചു കീറി പരിക്കനുള്ള സിമന്റ് തറയിലേക്ക് ഇട്ട് പാര കണ്ട് ചെരുപ്പ് കൊണ്ട് ചവിട്ടി അത് തുപ്പിയിട്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്നവന് ശക്തിയുണ്ടെങ്കിൽ ആ ശക്തി കാണട്ടെന്ന് പറഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞൊരു പേപ്പർ കീറിക്കളയുന്ന ലാഘവത്തോടെ വേദപുസ്തകം വലിച്ചു കീറി അതിനെ തുപ്പി നിരാകരിച്ച് എന്റെ കരം കൊണ്ട് ഈ പുസ്തകത്തെ സ്വർഗത്തിലെ ദൈവം ചുമപ്പിച്ചെങ്കിൽ എനിക്ക് ചങ്കുറപ്പോടെ പറയാൻ കഴിയും, അല്ലേലും നീണ്ട 25 വർഷം കൊണ്ട് തെരുവിൽ ഞല്ലേല് ജീവനകത്തുണ്ടെങ്കിൽ, ജീവനകത്തുണ്ടെങ്കിൽ ഹോ, ഈ നാമത്തെ ആർക്കും ഒതുക്കാൻ പറ്റത്തില്ലെന്നേ. സ്തോത്രം. ഇതെടുത്തവര് ഭാഗ്യമുള്ളവരാ, ഇത് ചുമന്നവര് ഭാഗ്യമുള്ളവരാ. നിങ്ങളിത് ചുമന്ന നിങ്ങളുടെ തലമുറകളെ, ഓ, എനിക്കിത് പറയാൻ പറ്റും. ഉള്ളം കത്തുന്നത് എന്താണെന്നറിയോ? നിർബന്ധത്താൽ ഒരുത്തന് ക്രൂശ് ഒന്ന് ചുമന്നു. പേര് പറ സഹോദരിമാരെ, ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളല്ലേ എന്ന് പറ. ഖുറേനക്കാരനായ ഖുറേനക്കാരനായ ഷീമോൻ അന്നത്തേക്കുള്ള അന്നത്തിന് വേണ്ടി വയലിൽ ജോലി കഴിഞ്ഞ് കയറി വരുമ്പോഴാ ഇവിടെ നടക്കുന്ന ബഹളമൊന്നും ഒരുപക്ഷെ എന്റെ ഇത് പറയും ഈ പാവം അറിഞ്ഞു കാണത്തില്ല. കയറി വരുമ്പോൾ പീലാത്തോസിന്റെ ഗബദ ഖൽത്തള മുതൽ കാൽവരി വരെ ഭാരമേറിയ മരക്കുരിശുമായി വീണ്ടും എഴുന്നേറ്റും ആപാത ചൂടൻ രക്തത്തിൽ കുളിച്ച യേശു നടന്നു വരുമ്പോൾ അല്ലെങ്കിൽ അധികാരികൾ കൽപ്പിച്ചു, ക്രൂശ് ചുമക്കടാ. എന്താണെന്ന് പോലും അറിയത്തില്ല. ആ മരക്കഷ്ണത്തെ അവൻ കയറി പിടിച്ചു. അവന്റെ തലമുറകളുടെ കയ്യെ തമ്പുരാൻ കയറി പിടിച്ചു. കൽപ്പന പുറപ്പെടുവിച്ച് എന്റെ കസേരയിലേക്ക് തലമുറകളെ കയറ്റിയിരുത്തെങ്കിൽ, അലക്സാണ്ടർ റൂഫസും ക്രിസ്തുവിൽ പ്രസിദ്ധരായെങ്കിൽ, നീ ഈ പുസ്തകം ചുമന്നിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറകളെ അവരുടെ കരത്തെ ആ ക്രൂശെ പിടിച്ചവന്റെ കുഞ്ഞുങ്ങളുടെ കയ്യെ തമ്പുരാൻ പിടിച്ചു. നമ്മൾ വിചാരിക്കുന്നത് വെറുതെയാണ്. നിന്റെ തലമുറ നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഓ, വേദപുസ്തകം വായിക്കും പലപ്പോഴും എന്റെ ഉള്ളം കത്തും. അബ്രഹാം മൽക്കീസേദെക്കിന് ദശാംശം കൊടുക്കുമ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു. വേദപുസ്തകം പറഞ്ഞത് ലേവി ദശാംശം കൊടുത്തതായിട്ട് പുസ്തകം കണക്കിട്ടു. വല്യപ്പം കൊടുത്തതാ ലേവി അവന്റെ കടിപ്രദേശ. അബ്രഹാം മൽക്കീസേദെക്കിന് ദശാംശം കൊടുക്കും. പക്ഷെ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു ലേവി ദശാംശം കൊടുത്തെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മാതാപിതാക്കൾ തമ്പുരാന് വേണ്ടി നിന്നാൽ തലമുറകളെ സ്വർഗ ഉള്ളങ്കരങ്ങളിൽ പരിപാലിക്കും. ഓ ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിൽ നമുക്കറിയാം, അല്ലെങ്കിൽ ഒരു ജാതീയ രാജാവിനെ വിളിക്കുക, കോരശ് അറിഞ്ഞാട്ട് അവൻ എന്റെ ഹിതമൊക്കെയും ചെയ്യുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു, ഞാൻ അവന്റെ വലങ്കരത്തിൽ
വാതിലുകൾ അവന്റെ മുമ്പിൽ അടയാതിരിക്കേണ്ടതിന്, കതകുകൾ അവന്റെ മുമ്പിൽ തുറന്നിരിക്കണം. ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുക. പണ്ട് ഞാനത് വായിച്ചപ്പോൾ ഞാൻ ഓർത്ത് ജാതീയ രാജാവിന്റെ കൈ തമ്പുരാൻ കയറി പിടിച്ചതിന്. പിന്നെ എനിക്ക് മനസ്സിലായി, ചരിത്രം പഠിച്ചപ്പോൾ വില കൊടുത്ത ഒരു വല്യപ്പച്ചനും വല്യമ്മച്ചിയുണ്ട്. ആരാന്നറിയ, ഒരു കുലത്തെ തന്നെ ഉന്മൂലനാശം വരുത്തുമെന്ന് ഹാമാൻ വെല്ലുവിളിക്കുമ്പോൾ അഹശ്വേരോശ് രേഖ എഴുതി കഴിഞ്ഞപ്പോൾ കേൾക്കണമോ, ഒരു എസ്തേർ വെല്ലുവിളിച്ച്, എസ്തേറിന്റെ അഹശ്വേരോശിന്റെ കൊച്ചുമോനാം ഹല്ലേലൂയ ഒരു കൂട്ടം ജനത്തിന്റെ ഹല്ലേലൂയ നിലവിളി കേട്ട് അവർക്ക് വേണ്ടി മധ്യസ്ഥയണച്ച ഒരു വല്യമ്മച്ചി അവനുണ്ടായിരുന്നു. അല്ലെ, മധ്യസ്ഥയണച്ച വല്യമ്മച്ചിയുടെ കൊച്ചുമോന തമ്പുരാൻ പറഞ്ഞ് ഞാൻ അവരെ വലങ്കരം പിടിച്ചിരിക്കുക. വല്യമ്മച്ചി വില കൊടുത്തപ്പോ തലമുറയെ തമ്പുരാൻ കൈക്ക് പിടിച്ചു. നിന്റെ മുമ്പിൽ ഇനി ഒരു വാതിലും അടയത്തില്ലെന്ന് ഇന്ന് രാത്രി വിശ്വസിക്ക്. നിന്റെ തലമുറയുടെ കരത്തിൽ പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിനെ ആർക്കും തകർക്കാൻ സാധ്യമല്ല. തലമുറയുടെ കയ്യെ തമ്പുരാൻ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ അവനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുക. ഓ ഹല്ലേലൂയ, രേഖ വിരോധമായി വന്നതാ. സ്തുതിക്കുന്നവനെ ഉന്മൂലനാശം വരുത്താൻ, ആരാധിക്കുന്നവനെ ഉന്മൂലനാശം വരുത്താൻ. ആദാർ മാസമാകുന്ന 12-ാം മാസം 13-ാം തീയതി തന്നെ ഈ ജനത്തെ മുടിച്ചു കളയും രേഖ എഴുതി. ശൂശൻ പട്ടണം കലങ്ങിപ്പോയി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അല്ല, മൊർദെഖായി ഒരു എഴുത്തങ്ങോട്ട് അയച്ചു. സ്തോത്രം കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു, ഈ സമയത്ത് നീ എന്ത് ചെയ്യരുത്, മിണ്ടാതിരിക്കരുത്, മൗനമായിരിക്കരുത്. കാരണം സമയം തക്കത്തിൽ വിനിയോഗിച്ചോണം. സ്തോത്രം. വായും കൂടി കൈയും തളർന്ന് കാലിനും ബലമില്ലാതെ ഇനി ശേഷിക്കുന്ന കാലം ആർക്ക് വേണം? ഭർത്താവിന് വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട. സ്തോത്രം. നല്ല യൗവനകാലത്ത് തമ്പുരാന് വേണ്ടി ഇറങ്ങണമെന്ന്. അതുകൊണ്ട് നമ്മുടെ തൊണ്ടക്കുഴി ശബ്ദമുള്ളപ്പോ അതരം പൂട്ടി ഇരിക്കരുത്. സ്തോത്രം. കാലിന് ബലമുള്ളപ്പോ ഒറ്റ യോഗം മുടക്കരുത്. കരങ്ങൾക്ക് ബലമുള്ളപ്പോ കരം അടിച്ചു ദൈവത്തെ സ്തുതിച്ചോണം. കാരണം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു, നിങ്ങൾ അറിയുന്നില്ലയോ? നിന്റെ ശരീരം കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. ഹല്ലേലൂയ. സ്തോത്രം. 3 രാവും പകലും ഉപവസിച്ചു വല്യമ്മച്ചിയോട് ഉപവസിച്ചെന്റെ ഗുണം കണ്ടോ കൊച്ചു തലമുറയോട്? അതുകൊണ്ട് ആ പൗലോസ് തീമോഥെയോസിനോട് ഒരു ദൂത് പറഞ്ഞു. എന്താ? ഈ നിർവ്യാജ വിശ്വാസം, എന്നാ വിശ്വാസമാ പറഞ്ഞാട്ടെ, വ്യാജമില്ലാത്ത ഈ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും പിന്നെ അമ്മ യുനീക്കയിലും, ഇപ്പൊ ഇത് നിന്നിലും കാണുന്നു. ഇത് തലമുറയായി കൈമാറ്റം ചെയ്യപ്പെടുന്നതാ. ഇത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്ത് നീ ആരാധിക്കാൻ, നീ ആത്മാവിന് സത്യത്തിൽ ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ തലമുറ നശിക്കത്തില്ലെന്നേ വിശ്വാസത്തോടെ പറ. അതുകൊണ്ട് ഇറങ്ങി തിരിച്ച് അബ്രഹാമിന് ഭയങ്കര ധൈര്യവാ. മോറിയ മലയിലേക്ക് പോയി തലമുറയുമായിട്ട് യാഗമർപ്പിക്കാൻ പോകുമ്പോ ബാല്യക്കാരോടെ പറഞ്ഞു, എന്താ പറഞ്ഞേ? മോറിയ മലയുടെ താഴെയാ. സ്വതന്ത്രം. നിങ്ങൾ കഴുതിയുമായിട്ട് ഇരിക്കും, ഞാനും ബാലനും പാറ സഹോദരിമാർ. ഞാൻ നിങ്ങളോടാ പറയുന്നത്, പറഞ്ഞു ഞാനും ബാലനും അവിടത്തോളം പോയി ആരാധന കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി വരാമെന്ന്. നമ്മളായിരുന്നു എന്താ പറഞ്ഞേ? നീണ്ട 25 വർഷം കാത്തിരുന്ന് കൈ തന്നിട്ട് ഇപ്പൊ തിരിച്ചു ചോദിച്ചു. ഇപ്പൊ ഇതിനെ കൊണ്ട് അവിടെ കൊണ്ട് ആ യാഗം കഴിച്ചിട്ട് ഞാൻ എങ്ങനെ തിരിച്ചു വരുമെന്ന് എനിക്കറിയത്തില്ല. സ്വതന്ത്രം. എനിക്ക് ഡിപ്രഷൻ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. ഞാൻ ഒറ്റയ്ക്കാ തിരിച്ചു വരാൻ പറ്റും. പക്ഷെ ഇവൻ പറഞ്ഞോട്ടോ, ഞാനും ബാലനും തിരിച്ചു വരുമെന്ന്. നീ ആരാധിക്കാൻ ഇറങ്ങിയെങ്കിൽ നിന്റെ തലമുറ എന്റെ കൂടെ കാണുമെന്ന. നീ വില കൊടുത്തവനാണെങ്കിൽ, നീ ആരാധിക്കാൻ ഇറങ്ങിയെങ്കിൽ യൂഫ്രട്ടീസ് നദി കടന്നു വന്ന ദേശാന്തരിയ അബ്രഹാം. ഓ ഹല്ലേലൂയ. യൂഫ്രട്ടീസ് നദി കടന്നു വന്ന ദേശാന്തരിയ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡിലും ഒക്കെ കൂടാരമടിച്ച് താമസിക്കുന്ന നാടോടികള്. അവിടെ നിന്ന് ദൈവശബ്ദം കേട്ടപ്പോ എല്ലാം തച്ചുടച്ചിട്ട് ആ ശബ്ദത്തിന് വേണ്ടി എവിടോട്ടും നോക്കാതെ ഇറങ്ങിയവന് അവൻ ഉറപ്പുണ്ട്, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവം ശില്പിയായി നിർമ്മിച്ച ഒന്നുണ്ട്, അടിസ്ഥാനമിട്ട ഒന്നുണ്ട്. ആ പ്രത്യാശ അകത്തങ്ങോട്ട് തിളച്ചു പറഞ്ഞപ്പോൾ അവൻ അറിയാം, ആരാധിക്കുന്നവൻ ലജ്ജിക്കത്തില്ല, ആരാധിക്കുന്നവനെ ലജ്ജിപ്പിക്കത്തില്ല. അവൻ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമാ, തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമാ. നീ ആ ബലമുള്ള കൈക്കീഴിലൊന്ന് താണിരിക്ക.
നീ ബലമുള്ള കൈക്കീഴിലൊന്ന് താണിരിക്കെ. കീഴേ ഇരിക്കുന്ന ശാശ്വത ഭുജമുണ്ടല്ലോ, നദി നിന്നെ മുക്കിക്കളയാതെ, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിച്ചു കളയാതെ, ഉള്ളങ്കരങ്ങൾ വഹിക്കപ്പെട്ട യാക്കോബേ, കീഴേ ഇരിക്കുന്ന ശാശ്വത ഭുജ നിന്നെ തക്ക സമയത്ത് ഉയർത്തും. ചൂടരവ ശാന്തരവ ഇടവനഗസി രീവന ഹസ്തര റിഖമനഗസി. ജീസസ്, ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ യോഗ്യത ഇല്ലാത്തവരെയൊക്കെ തമ്പുരാ സ്തോത്രം, ഹല്ലേലൂയ. എന്ത് സ്തോത്രം, ഹല്ലേലൂയ. എന്തുണ്ട് നമുക്ക് പൂഴാൻ? ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം പറയാം. നല്ല മിടുക്കന്മാരും മിടുക്കികളും അടുക്കായിട്ട് വന്നിരിക്കുക, വെള്ളയും ഒക്കെ ഇട്ട് സൂട്ടും ഒക്കെ ഇട്ട് സ്തോത്രം. ഏതെല്ലാം മാരക രോഗത്തിന്റെ സെല്ലുകൾ ഈ ശരീരത്തുണ്ടെന്നറിയാമോ? പലതും വെളിപ്പെടാതിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് അമ്പുരാന്റെ കരുണയാ. സ്തോത്രം, സ്തോത്രം. നമ്മൾ പറയും അവർക്ക് ആ രോഗമാണ്, ഞങ്ങൾ അവിടെ പോയപ്പോ ഈ രോഗങ്ങളില്ല, എല്ലാം ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കിത് പറയുമ്പോ പൗലോസിനെ ഓർമ്മ. സ്തോത്രം. പൗലോസിന്റെ ശരീരത്തിൽ ശൂലം ഉണ്ടായിരുന്നു. സ്തോത്രം. 3 വട്ടം തമ്പുരാനോട് പറഞ്ഞു ഇതൊന്ന് മാറാൻ. തമ്പുരാൻ പറഞ്ഞു അതെവിടെ ഇരുന്നോട്ട്, എന്റെ കൃപ നിനക്ക് മതി. ശൂലം മാറിയില്ല, ശൂലത്തെ കൃപ കൊണ്ട് അങ്ങ് പൊതിഞ്ഞു. ശൂലത്തെ കൃപ കൊണ്ട് പൊതിഞ്ഞത് കൊണ്ടാ. നിന്റെ ഹാർട്ടിനെ കൃപ കൊണ്ട് പൊതിഞ്ഞേക്കുവാ, നിന്റെ ലെങ്സിനെ കൃപ കൊണ്ട് പൊതിഞ്ഞേക്കുവാ, നിന്റെ കിഡ്നികളെ കൃപ കൊണ്ട് പൊതിഞ്ഞേക്കുവാ. അല്ലെങ്കിൽ നിന്റെ ഓരോ അവയവങ്ങളെ തമ്പുരാൻ കൃപ കൊണ്ട് പൊതിഞ്ഞിരിക്കുക. ഓ കൃപ കൊണ്ട് പൊതിഞ്ഞത് കൊണ്ട് അതിനകത്തിരിക്കുന്നത്. നിന്റെ അവയവങ്ങളെ അവൻ കൃപ കൊണ്ട് പൊതിഞ്ഞിരിക്കുക. ശൂലം മാറുകയല്ല, ശൂലത്തെ കൃപ കൊണ്ട് പൊതിഞ്ഞു. ജീസസ്, ജീസസ്. യോഗ്യതയില്ലാത്തടത്ത് നിന്ന് യോഗ്യരാക്കി ദൈവം മാറ്റി. ഒരു വാക്യം വായിക്കാം, ലൂക്കോസ് 7:13 വാക്യം വായിച്ചാട്ട് മനെ. ലൂക്കോസ് 7:13 വാക്യം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സിലഞ്ഞ അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് ശവമഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. താങ്ക് യു, സ്തോത്രം. കരയണ്ട, കരയണ്ട. സ്തോത്രം. കരയിപ്പിക്കാൻ നോക്കുന്ന ഈ ലോകത്ത് കരയണ്ടെന്ന് പറയുന്ന ഒരു ദൈവം. സ്തോത്രം. വേദനയോട് വേദന കൂട്ടുന്ന ഈ ലോകത്ത് സ്തോത്രം വേദനിപ്പിക്കാത്ത ഒരു ദൈവം. മുറിച്ചാല് മുറിവ് കെട്ടാൻ കരുത്തുള്ള ഒരു ദൈവം. ഓ, സ്നേഹം ഒന്ന് രുചിച്ചറിയണം. ഓരോ സെക്കൻഡും ആ വിടുതൽ അനുഭവിക്കുന്നത് കൊണ്ട് ഇന്നും നമ്മുടെ ദൈവം സൗഖ്യമാക്കും, ഇന്നും നമ്മുടെ ദൈവം പ്രവർത്തിക്കും. പക്ഷെ ഒറ്റ കണ്ടീഷൻ ഉണ്ട്, വിശ്വസിക്കുന്നവരാൽ മാത്രമേ ഇവിടെ അടയാളം നടക്കൂ. സ്തോത്രം. വിശ്വസിക്കുന്നവരാൽ മാത്രം, വിശ്വസിക്കുന്നവരാൽ മാത്രം. സാക്ഷ്യമൊക്കെ പറഞ്ഞ് ഒത്തിരി സമയം കളയുന്നില്ല. എനിക്ക് 88 വയസ്സുള്ള ഒരു അമ്മയുണ്ട്. സ്തോത്രം. പാസ്റ്റർക്കറിയാം, അനേക സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ ആയതുകൊണ്ട് അവിടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കേൾക്കണമോ? സ്തോത്രം. ഒറ്റ വാക്കിൽ സാക്ഷ്യം. കണ്ണിൽ പ്രഷർ കൂടി ഗ്ലൂക്കോമ വന്ന് സ്തോത്രം അതങ്ങ് സീരിയസ് ആയി. പിന്നീട് സ്തോത്രം വളരെ കൂടി ഒത്തിരി സ്റ്റേജുകൾ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഞാൻ വിശദീകരിക്കുന്നില്ല. ഒടുവിൽ മഞ്ഞപ്പൊടി വാരിയിട്ടതുപോലെ സ്തോത്രം കണ്ണ് പഴുത്തുപോയി. കറുത്ത ഭാഗമായത് വെളുത്ത ഭാഗമെന്ന് കാണാൻ വയ്യാത്ത രീതി കണ്ണ് പഴുത്തു. മറ്റാരോഗ്യ പ്രശ്നങ്ങളും ഒന്നും ഉണ്ടില്ല, മറ്റു രോഗങ്ങളൊന്നുമില്ല. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കണ്ണെടുത്ത് കളയണമെന്ന് പറഞ്ഞു. സ്തോത്രം. ആ സന്ധ്യാസമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഭവനത്തിൽ വന്ന് എനിക്ക് രാത്രിയിൽ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറ്റില്ല. വെളുപ്പിനെ 5 മണിക്ക് സ്തോത്രം കാർ ബുക്ക് ചെയ്തു. സ്തോത്രം. ഒരു ഹൈന്ദവ സഹോദരനാണ് ഞങ്ങളുടെ അടുത്തുള്ള. സ്തോത്രം. രാത്രിയിൽ ഞങ്ങളെല്ലാം ആകെ വിഷമിച്ചു. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് വന്നു. നിങ്ങൾക്ക് കേൾക്കണോ? ഈ ഭാഗത്തെല്ലാം നീര് വന്നിട്ട് ഈ നരമ്പുകളെല്ലാം ഇങ്ങനെ കയറിഞ്ഞിരിക്കുക. സ്തോത്രം. ഇങ്ങനെ വൊമിറ്റ് ചെയ്യുന്നുണ്ട്, മഞ്ഞിച്ച് വെള്ളം പോലെ ഛർദ്ദിക്കുന്നു. സ്തോത്രം. ഈ ഭാഗത്ത് മുഴ വന്നു, മുഴ പോലെ ഇങ്ങനെ തടിച്ചു. ഉമ്മനീരിറക്കാൻ വയ്യ, ചെവിക്കും കണ്ണിനും എല്ലാം പഴുത്തുപോയി കണ്ണ്. സ്തോത്രം. മണിക്കൂറുകൾക്കുള്ളിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോയി കണ്ണെടുത്ത് കളയണമെന്ന് പറഞ്ഞ സ്തോത്രം. ആ ഒരവസ്ഥയിൽ രാത്രി 10:30 മാനസികമായി ഞാൻ ആകെ തകർന്നു. എൻ്റെ അമ്മയുടെ അടുക്കൽ വന്നിട്ട് സ്തോത്രം മുട്ടയിലിരുന്നു.
ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നാളെ നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോവാം, അമ്മയുടെ കണ്ണെടുത്ത് കളയാനാണ്. ഒരു കൊച്ചു കുഞ്ഞ് വിതുമ്പിക്കരയുന്നത് പോലെ എൻ്റെ അമ്മ കരഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിൽ ഏറ്റവും ഇളയതാ. സ്തോത്രം. അമ്മ കരഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. കാരണം എൻ്റെ അത്ഭുതകരമായി വിടുതൽ കണ്ട് സകലതും വിട്ട് യേശുവിനെ കണ്ടിറങ്ങിയതാ എൻ്റെ അമ്മ. ഫലപുരവും. സ്തോത്രം. പെന്തക്കോസ്ത് കോളത്തിന് ഞങ്ങളെ അറിയാവുന്നത് വെള്ളയും വെള്ളയിട്ട് ലോകരാജ്യങ്ങളിൽ മാറി മാറി സഞ്ചരിച്ച് അല്ലെങ്കിൽ കവലകളിൽ യേശുവിനെ പ്രസംഗിക്കുന്നത്. ഇന്നലെ ഹിന്ദുക്കളിൽ ഇങ്ങോട്ട് വന്നു, ഇന്ന് അമേരിക്കയിൽ പോയി. അത്രേ ഞങ്ങളെ കുറിച്ച് അറിയത്തുള്ളൂ. പക്ഷേ എഴുതിയ പരീക്ഷയ്ക്കൊന്നും കണക്കില്ല. സ്വന്തം ജീവിതത്തിൽ അഭിമുഖീകരിച്ച് അനുഭവിച്ച വിഷയങ്ങൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയപ്പെട്ടു പോവുകയാ. സ്തോത്രം. ദൈവമേ, ഞാൻ തന്നെയാണോ ഈ സഹിച്ചത്? സ്തോത്രം. ഹല്ലേലൂയ. നേരെ നിൽക്കാൻ കെൽപ്പില്ലാത്ത സമയത്ത്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ സാധാരണക്കാരെ അസാധാരണക്കാരാക്കി മാറ്റുന്ന അഭിഷേകമായത്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഒറ്റ കാര്യം ചെയ്തു, മരണം മുമ്പിൽ കൊണ്ടുവച്ചപ്പോഴും. സ്തോത്രം. പുസ്തകം വലിച്ചു കീറി എറിഞ്ഞിട്ട് 101 പ്രാവശ്യം ഏത്തവിടാൻ പറഞ്ഞപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ ബെഞ്ച് കിടപ്പുണ്ട്, അതിൽ പോയി കിടക്കേണ്ടി വന്നാലും, ഒരു പെണ്ണവിടെ പോയി കിടന്നുള്ള അവസ്ഥ നിങ്ങൾക്കറിയാം, അങ്ങനെ കിടക്കേണ്ടി വന്നാലും എന്റെ പ്രാണപ്രിയനെ വിട്ട് പോകത്തില്ലെന്ന് പറഞ്ഞു. എന്റെ അമ്മയോട് പറഞ്ഞു തിരിച്ചു വരണം. എന്റെ അമ്മ പറഞ്ഞു, മണ്ണേ പ്രതി ഈ മാണിക്യം കൈവിടത്തില്ലെന്ന്. ഒത്തിരി ഒന്നും അറിയത്തില്ല, ഒന്നറിയാം, യേശു ജീവിക്കുന്നു. ആ സ്നേഹത്തെ മുറുകെ പിടിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ലജ്ജിച്ചില്ല, ഞങ്ങൾ തകർന്നില്ല, ഞങ്ങൾ ഇല്ലായ്മയായില്ല. ഇന്നലെ വിളിച്ചു പറയാം, യേശുവിന്റെ സ്നേഹത്തിനെ ആളുമാറുന്ന വ്യക്തിയാക്കി മാറ്റും. ഇതൊരു അസാധാരണ ധൈര്യമാണ് കേട്ടോ. ധൈര്യമില്ലെങ്കിലുണ്ടല്ലോ, അഭിഷേകം അസാധാരണ ധൈര്യം നമുക്ക് തരും. അങ്ങനെ ഒരു പെണ്ണിന്റെ മുമ്പിൽ ഞാനും ഇവന്റെ കൂടെ ഉള്ളതാണെന്ന് പറയാൻ പേടിച്ച പത്രോസ് മാർക്കോസിന്റെ മാളിക മുറിയിൽ പകരപ്പെട്ട ആത്മശക്തിയോടെ, സ്തോത്രം, ഒരുത്തനോടെ ഒന്ന് വെള്ളിയും പോലും ഞങ്ങൾക്ക് എനിക്ക് നിനക്ക് 10 ദിവസം കഴിഞ്ഞപ്പോ നോക്കിക്കേ, 10 ദിവസത്തിന് മുമ്പ് ഒരു പെണ്ണിന്റെ മുമ്പിൽ നേരെ അവന്റെ കൂടെ ഉള്ളതാണെന്ന് പറയാൻ കഴിവില്ലാത്തവൻ വെള്ളിയും പൊന്നുമില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നോ, നസ്രയന്റെ നാമം മാത്രമായി തരികളത്. ഓ, പിന്നങ്ങോട്ടുള്ള ശുശ്രൂഷയൊക്കെ നിങ്ങൾ കണ്ടോ? നടന്നു പോകുമ്പോ വീതികളിൽ വിരിപ്പിന്മേൽ രോഗികളെ കൊണ്ട് കിടത്തുക, പേടിച്ചെറിഞ്ഞവന്റെ നിഴല് തട്ടിയ സൗഖ്യ. അഭിഷേകം നിന്നെ ആളെ മാറ്റും. നിന്റെ ഭവനത്തിനകത്തളത്ത് നീ പ്രാപിക്കുന്ന ദൈവകൃപയുണ്ടല്ലോ, നീ ഭയപ്പെടുന്ന ചില നിന്ദകളെ നിന്നിൽ ഉരട്ടി മാറ്റുക, നിന്നെ ഭീരുവാക്കി മാറ്റുവാൻ, നിന്നെ കെണിയിലകപ്പെടുത്തുവാൻ ഭയപ്പെടുത്തുന്ന ചില ശക്തികൾ ദൈവാത്മാവ് ചിലരോട് പറയുന്നു. നിന്നെ ഭയപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ, നിന്നെ ഭീതിപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ, ഓ ജീവനക ശാന്തരകടക, ഇതിനകത്തിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ ഭയപ്പെടുത്തുന്ന ചില ചിന്തകൾ, നിന്നെ ഭയപ്പെടുത്തുന്ന ചില മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഭയത്തിന്റെ ചിന്തകൾ, നാളെ എന്നുള്ളതൊരു ഭയം, അടുത്ത നിമിഷം എന്നുള്ളൊരു ഭയം നിന്നെ വേട്ടയാടുന്നത് ഇന്ന് രാത്രി അതിനെ റിമൂവ് ചെയ്യേ. ഭയം മാറട്ടെ. മരണഭയം മാറട്ടെ, രോഗഭയം മാറട്ടെ. ചില ഭയങ്ങൾ മാറട്ടെ. ശുശ്രൂഷയിൽ ഇനി എങ്ങനായി തീരും, അടുത്ത സഭ എങ്ങനായി തീരും, അടുത്തടുത്തോട്ടുള്ള ശുശ്രൂഷ ഇല്ല. നീ ഭാരപ്പെടണം. വേലയ്ക്ക് വിളിച്ചോ ദൈവമാ, വേലയ്ക്ക് വിളിച്ചോ ദൈവമാ. പുസ്തകം ചുമതോ ദൈവത്തിന്റെ നാമത്തിലാണെങ്കിൽ ശുശ്രൂഷയെ കുറിച്ച് നീ ഭാരപ്പെടണ്ട, ദേശത്തെ കുറിച്ച് നീ ഭാരപ്പെടണ്ട, സഭയെ കുറിച്ച് ഭാരപ്പെടണ്ട, തലമുറകളെ കുറിച്ച് ഭാരപ്പെടണ്ട. ഭീതി മാറട്ടെ. മരണഭയം മാറട്ടെ, മരണഭയം മാറട്ടെ, രോഗമെന്ന് പറയുന്ന ഭയം മാറട്ടെ, രോഗഭയം മാറിപ്പോകട്ടെ. ചില ഭയങ്ങൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ.
ഈ ലൈവിൽ ശ്രദ്ധിക്കുന്നവരോട് ചില ഭയം മാറട്ടെ, മരണഭയം മാറട്ടെ. ആത്മഹത്യ ചെയ്യുവാൻ മരിച്ചാ മതി എന്ന് പറയുന്ന ചിന്തിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി എന്റെ യേശു ആ മരണഭയത്തെ എടുത്തു കളയുകയോ. യെസ് 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 യെസ്, മരണഭയം മാറുന്നു. അഭിഷേകമുള്ളവരുടെ കാലെടുത്ത് വെച്ചാൽ അറിയാം. വിശ്വസിക്കുന്നുണ്ടോ? ഏലിയാവ് സറാഫാത്തി കാലെടുത്ത് വെച്ച് ആത്മഹത്യയുടെ കെട്ടുപൊട്ടി. ഒന്ന് വിശ്വസിച്ച് ആമേൻ പറ. ഈ ലൈവിൽ ശ്രദ്ധിക്കുന്നവരോട്, എന്നെ ശ്രദ്ധിക്കുന്നു, ഇന്ന് ചിലർ മരിക്കാൻ ആഗ്രഹിച്ച് സ്വത്ര മരണത്തെ കൊതിച്ച് സ്വത്ര ഹല്ലേലൂയ രോഗത്തെ ഭയന്ന് ഹല്ലേലൂയ ഇന്ന് രാത്രി ചില ഭയങ്ങളെ ദൈവം മാറ്റുക. ഭയം സ്വത്രം ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, നാം പ്രാപിച്ചിരിക്കുന്ന ആത്മശക്തി ഏതാ? അബ്ബാ പിതാവേ എന്ന് വിളിച്ചിരിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ. ധൈര്യപ്പെടണം. ഒരു ക്രിസ്തുഭക്തന്റെ പ്രത്യാശ എന്താ? ഇവിടെ ഞാൻ ആബ്സെന്റ് ആയ അടുത്ത സെക്കൻഡ് ഞാൻ അവിടെ പ്രസന്റ് ആകും. ധൈര്യമുണ്ടോ? ഇവിടെ ആബ്സെന്റ് ആയ ഞാൻ അവിടെ പ്രസന്റ് ആകുമെന്നൊരു ധൈര്യം. ഹല്ലേലൂയ. സറാഫാത്തിലോട്ട് അങ്ങോട്ട് ചെന്നു. ഞാനും കുഞ്ഞും എന്തോ ചെയ്യാൻ പോവായിരുന്നു? മരിക്കാനിരിക്കുവായിരുന്നു. മരണത്തിന്റെ കെട്ടവിടെ പൂട്ടി. അഭിഷേകമുള്ള ഏലിയാവ് തമ്പുരാൻ അയച്ചിട്ട് പോയതാ. ആ ദേശത്ത് ചെന്നപ്പോ മരണത്തിന്റെ കെട്ടുമാറി. ഓ, ക്ഷാമത്തിന്റെ അനുഭവം മാറി. ആ വീട്ടിൽ പാർത്തതാ, തലമുറ മരിച്ചതാ. ഹല്ലേലൂയ, അവൻ ജീവിച്ചു. മരണഭയം മാറും, ശാപം മാറും, ക്ഷാമം മാറും, ആത്മഹത്യയുടെ ബന്ധനം വഴിയും. അഭിഷേകമുള്ള ഒരുവൻ ചെന്നാൽ, വെള്ളത്തിൽ നിന്ന് ഒരുവൻ കയറി വരുന്നാൽ എവിടെ പോയാലും വെള്ളം വ്യാപിക്കുന്നത് പോലെ ആത്മാവിനാം നിറയപ്പെട്ടവൻ എവിടെ പോയാലും ആത്മശക്തിയാ. അതുകൊണ്ട് ആ ദേശത്തൂടെ ഒരു ട്രാക്റ്റും കൊണ്ടുപോകുമ്പോൾ ശത്രു ഭയക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവൻ ഈ ദേശത്തൂടെ നടന്നാൽ, ഈ ഒരു പേപ്പർ ഒരു വീട്ടിൽ ചെന്നാൽ, ഇതിനൊരു പേപ്പർ ഒരു വചനം ഒരുവന്റെ കയ്യിൽ ചെന്നാൽ ശാപം മാറും. അതുകൊണ്ട് ഫിലിപ്പിലേഖനം 2 ഈ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വാക്യമാണ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും 3 ലോകം മുട്ടുമടങ്ങുന്ന ഒറ്റ നാമം. ശാപം മാറ്റുന്ന നാമം, രോഗം മാറ്റുന്ന നാമം, മരണം മാറ്റുന്ന നാമം. ഓ ജീസസ്, ഹല്ലേലൂയ. ഭൂതം മാറും. പ്രസംഗിച്ചാൽ നസ്രയന്റെ നാമത്തിൽ വെളിയും പൊന്നുമില്ല. ഞങ്ങൾക്ക് എന്തോ തരാനുണ്ട്? ഒന്ന് പറ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചാടി എഴുന്നേറ്റു. സ്വതന്ത്രം. ഹല്ലേലൂയ. പേടിച്ചോടിയാൻ ഇപ്പൊ അനേകരെ എഴുന്നേൽപ്പിക്കുവോ? സ്വതന്ത്രം. പള്ളിയിലോട്ട് പോകുമ്പോ ദാണ്ട് ഒരുത്തിയുന്നുണ്ട്, അത്യുന്നത ദൈവത്തിന്റെ ദാസമ്മ. പല നാൾ കേട്ടപ്പോ മുഷിഞ്ഞോറ് ഒറ്റ നസ്രയന്റെ നാമത്തിൽ അവളെ വിട്ടുപോകും. ഭൂതം പോയി. ഓ സ്തോത്രം. ഈ നാമം പറഞ്ഞതാ. മരണം മാറ്റും. സ്തോത്രം. ശാപം മാറും, പാപം മാറും. ഈ നാമം എവിടെയൊക്കെ ഉയർന്നിട്ട് വേറെ ഒന്നും പറയണ്ട. അല്ലേലും ഞാനോ ഉയർത്തപ്പെട്ടാൽ വേറെ ആരെ ഉയർത്തണ്ട. ഹല്ലേലൂയ. യേശുവിനെ ഉയർത്തിക്കോ. ഞാനോ ഉയർത്തപ്പെട്ട സകലരെയും യേശുവിന്റെ നാമം മാത്രം മതി. യേശു ക്രിസ്തുവിന്റെ നാമം മാത്രം മതി. സകലരെയും എങ്കിലേക്ക് ഞാൻ ആകർഷിക്കും. ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ആരാധിക്കാൻ ഇറങ്ങിയവനെ തടയാൻ ഒരുത്തനും പറ്റത്തില്ല. വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ തണ്ണിത്തോട്ടിൽ സ്തോത്രം പ്രിയ എൽസി ആന്റിയുടെ ഭവനത്തിൽ അവിടെ വെച്ചാൽ തോന്നി ഞാൻ പ്രശ്നങ്ങളെ കണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് സന്തോഷം തോന്നി. ഓർത്തഡോക്സും കത്തോലിക്കരും എല്ലാവരും കൂടെ 39 പേര് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. സ്തോത്രം. തമ്പുരാന്റെ ദയ എത്ര വലുതാണ്. സ്തോത്രം. ഞാൻ അച്ഛന്മാരും തിരുമേനിമാരും ക്ഷണിച്ച് അവരുടെ കൺവെൻഷനിൽ പ്രസംഗിക്കാറുണ്ട്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കാം. എന്നോട് അതുകൊണ്ട് ചില പാസ്റ്റർ വിളിച്ച് ചോദിച്ചു, ശ്രീലേസസ് ഇപ്പം സമുദായത്തിലോട്ട് തിരിഞ്ഞോ? ഞാൻ പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ ശബരിമല വിളിച്ചാലും ഞാൻ പോകും. അതിനൊക്കെ പൗലോസിനെ എനിക്കിഷ്ടം. ആ അരോബയോ കുന്നിന്മേൽ നിന്നുകൊണ്ട്
അജ്ഞാത ദേവൻ എന്നുള്ള നിങ്ങളോട് പറ. ഞാൻ തന്നെ ഇങ്ങനെ വാദിയും പ്രതിയായിക്കൊണ്ടിരിക്കുക. അജ്ഞാത ദേവൻ എന്നുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് പൗലോസ് അത് പറയുന്നത്. കാരണം അവർ അമിത ഭക്തരാ അല്ലേ? അതേന പുരുഷന്മാര് ആ ദേശക്കാര് ഭയങ്കര ഭക്തരാ. നിങ്ങൾ വിചാരിക്കുന്നു ഹിന്ദുക്കൾ ഭക്തരല്ലെന്ന്, മുസ്ലിങ്ങൾ ഭക്തരല്ലെന്ന്? ഭക്തിയില്ലാത്ത ആർക്കാന്നറിയോ? ഇവിടെ കിടന്നുകൊണ്ട് വാസന്മാര് കുടലും പറഞ്ഞ ഒന്നുകൂടെ ഒന്ന് സ്തുതിച്ചേ, പിന്നെ സ്തുതിച്ചേ, ചിരിച്ചുകൊണ്ട് സ്തുതിച്ചേ, കൈ കുടഞ്ഞുകൊണ്ട് സ്തുതിച്ചേ. ഞാൻ പറയാം ശവക്കോട്ടെ കുരിശിരിക്കുന്ന പോലെ വന്നിരുന്നിട്ട് പോകും. ഡോക്ടർ വരെ അരമണിക്കൂർ നടക്കാൻ കൈയൊക്കെ എടുത്ത് എറിഞ്ഞിട്ടാവും. ഇവിടെ വന്ന് ആരാധന കോൺട്രാക്ട് എടുത്ത പോലെ ഒരു ഇരിടിപ്പ്. എന്തിനാ ഇങ്ങനെ വരുന്നേ? സ്തോത്രം. നമ്മള് കൈയടിച്ചാലേ നമ്മുടെ മക്കള് കൈയടിക്കത്തുള്ളൂ. യോർദാനൊക്കെ അങ്ങോട്ട് വിഭാഗിച്ച് സമുദ്രമൊക്കെ അങ്ങോട്ട് ഓടിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് തമ്പുരാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, 12 കല്ലെടുത്ത് അങ്ങോട്ടാ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്ത് അങ്ങോട്ട് അടുക്കി വെച്ചു. എന്തിനാന്നറിയാം? ഇനിയും വരുന്ന ആളുകൾ, കൊച്ചുങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല. അവര് ചോദിക്കും ഇതെന്താന്ന് ചോദിക്കുമ്പോ പിതാക്കന്മാരെ മഹലിൽ ചെങ്കടലിന്റെ നടുവിലൂടെ യോർദാന്റെ മധ്യത്തിലൂടെ നടത്തിയൊരു ദൈവമുണ്ട്. കാരണം പെട്ടകം ചുമന്നാൽ യോർദാൻ പിൻവാങ്ങി പോവന്ന വരും തലമുറ, അടുത്ത ജനറേഷൻ തിരിച്ചറിയണം. അതുകൊണ്ട് നീ തലമുറകളോട് ഇത് പ്രസ്താവിക്കണം. നെറ്റിമേൽ പാഠമായിരിക്കണം, കൈമേൽ പാഠമായിരിക്കണം. നീ ഇത് പ്രസ്താവിച്ചോണം, നീ ഇത് പ്രസ്താവിക്കണം. വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇപ്പൊ മദ്യമൊക്കെ പോയി. ഇത്രയും നാളെ ഞങ്ങൾ മദ്യത്തെ കുറിച്ച് അവസ്ഥ പ്രസംഗിച്ചോണ്ട് ഇപ്പൊ മദ്യം MDMA ഉള്ളു. സ്തോത്രം. ആദ്യമൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഏതോ വലിയ ഉയർന്ന ഡിഗ്രിയാന്നാ വിചാരിച്ചത്. സ്തോത്രം. ഒന്നും മനസ്സിലായില്ല. സ്തോത്രം. ഞങ്ങള് കേരളത്തിലെ എല്ലാ ജയിലിലും പോയി സുവിശേഷം അറിയിക്കാറുണ്ട്. പക്ഷെ അധികാരികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ലാത്തിപ്രയോഗമില്ലാതെ, മുഷ്ടിപ്രയോഗമില്ല, ഇടിയും തടയും ഒന്നുമില്ലാതെ നിങ്ങൾ പറയുന്ന ഈ വചനങ്ങൾ കൊടും കുറ്റവാളികളെ, ക്രിമിനലുകളെ മാനസാന്തരപ്പെടുത്തുന്നു. എത്ര സന്തോഷമാണ് കേൾക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളൊരു എനിക്ക് ഭവന സന്ദർശനം ഒത്തിരി ഇഷ്ടമാണ്. ഒരിക്കൽ ഞങ്ങളൊരു വീട്ടിൽ ചെന്നപ്പോഴാണ് സ്തോത്രം കാല് വെട്ടാൻ, സ്തോത്രം, ഒരുവന്റെ കാല് വെട്ടിക്കളയാം. ആരാന്നൊക്കെ പറഞ്ഞ് നമുക്ക് വിഷമം വരുമ്പോൾ സ്തോത്രം മേടിച്ചു വെച്ചിരുന്ന പണം, സ്തോത്രം, സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ ആരിൽ നിന്ന് മേടിച്ചോ തിരിച്ചവന്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് ഈ കറുത്ത ബൈൻഡിട്ട ബൈബിളുമായി സ്വന്തം ഭാര്യ പോലും തന്നെ കണ്ട, അപ്പൻ വിറയ്ക്കുമാരും തന്നെ കണ്ട, പക്ഷെ ഈ പുസ്തകം നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് വീട്ടുകാരോട് ഇറങ്ങി വാ, യേശുവാ ജീവിക്കുന്ന ദൈവമെന്ന്. ഹല്ലേലൂയ. ഈ സുവിശേഷം സ്തോത്രം അല്ലെ നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റുന്നത്. സ്തോത്രം. സാക്ഷര കേരളം, സുന്ദര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്, സ്തോത്രം, മൃഗത്തെക്കാൾ അധമമായ അനുഭവത്തിലായി ഇന്നായി തീർന്നിരിക്കുന്നത്. എത്ര അരാജകത്വമായി, ആർക്കും ആരെയും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിക്കുക, കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരാൻ കാത്തിരിക്കും മാതാപിതാക്കൾ അല്ലേ? സ്തോത്രം. പക്ഷെ ഇന്ന് പിള്ളേർ വരുന്ന പേടിയോ, ചുറ്റിക കൊണ്ടാണ് വരുന്നത്, സ്തോത്രം, വടിവാളും കൊണ്ടാണ് വരുന്നത്. സ്തോത്രം. കണ്ടില്ലയോ 9ാം ക്ലാസ്സുകാരന് സ്തോത്രം ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് അവന് മയക്കുമരുന്ന് കിട്ടാതെ ഉറക്ക കൂടിയാ നെയ്യാറ്റി. സ്തോത്രം. മയക്കുമരുന്ന് കിട്ടാഞ്ഞിട്ട് സ്തോത്രം നെയ്യാറ്റിൻകര ചെന്ന് പോലീസ് സ്റ്റേഷന്റെ അടുത്താന്ന് ഓർക്കണം. സ്തോത്രം. മെഡിക്കൽ സ്റ്റോറുകാരൻ സ്തോത്രം ഉറക്ക ഗുളിക കൊടുക്കാഞ്ഞിട്ട് അവന് വടിവാളൊന്നും മേടിക്കാൻ നിവൃത്തിയില്ല, വീട്ടിൽ ഇരുന്ന് വെട്ടൂത്തിയാരെത്തിരിക്കുണ്ടാവും. സ്തോത്രം. എത്ര ഭീകരം. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം തലമുറകളെ വാർത്തെടുക്കുക. സ്തോത്രം. മാതാപിതാക്കളെ, നാം ദൈവത്തിന് വേണ്ടി നിവരെ നിന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കയ്യിൽ ഈ കറുത്ത ബൈൻഡിട്ട പുസ്തകം കാണും. വിശ്വസിക്കേ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ തകരാൻ, അവൾ തകരാൻ സ്വർഗം അനുവദിക്കത്തില്ലെന്നേ. ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചവന്റെ തലമുറയുടെ കയ്യിൽ വാളല്ല, വടിവാളല്ല, MDMA അല്ല. ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചവന്റെ തലമുറയുടെ കയ്യിൽ സത്യവേദ പുസ്തകം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഇറങ്ങി തിരിച്ചവനെ തടയാൻ ശക്തി. അതുകൊണ്ടാണല്ലോ സ്തോത്രം ആരാധിക്കാൻ മിസ്രയീം എന്ന ഇരുമ്പുലയുടെ നടുവിൽ ഒരു കൂട്ടം ഇറങ്ങി. സ്തോത്രം. ഫറവോന് മനസ്സിലായി ഈ പോക്ക് അങ്ങോട്ട് പോയാൽ, ചെങ്കടലൂടെ കടന്നു പോയാൽ തീർന്നു. സ്തോത്രം.
ചെങ്കടലിന്റെ കരയെ വന്നപ്പോ പുറകിൽ നിന്ന് വന്നിട്ട് സ്തോത്ര കല്ലിൽ ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. എന്റെ ആശ എന്താ? അവന്റെ ആശ ആരാധിക്കാൻ പോകരുതെന്ന്. സ്തോത്രം. ശത്രുവിന്റെ ആശ ആരാധിക്കാൻ ഇറങ്ങരുതെന്ന്, ആരാധിക്കാൻ ഇറങ്ങരുതെന്ന്. കാരണം തമ്പുരാൻ ഒരു ദൂത് പറഞ്ഞു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ മരുഭൂമിയിലേക്ക് വിട്ടയക്കൂ. സ്തോത്രം. എന്റെ ജനം എന്നെ ആരാധിക്കണമെന്ന്. സ്തോത്രം. എന്റെ ജനം എന്നെ ആരാധിക്കണം. എന്നെ ആരാധിപ്പാൻ അവരുടെ കണ്ണുനീര് കണ്ട ദൈവം, അവരുടെ നിലവിളി കേട്ട ദൈവം, ഇന്ന് രാത്രി ചിലരുടെ കണ്ണുനീരിനെ കണ്ടുകൊണ്ട് ദൈവാത്മാ പറയുന്നു, നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടു, നിന്റെ നിലവിളി ഞാൻ കേട്ടു. ഓ, കണ്ണുനീര് കണ്ട് നിലവിളി കേട്ട് വിടുവിപ്പാൻ ഇറങ്ങി വന്ന ഒരു ദൈവം. പക്ഷെ പ്രാർത്ഥന കേൾക്കുന്നവരുടെ ദൈവം ഇറങ്ങി വന്നപ്പോൾ ശത്രു പറഞ്ഞു, വേണ്ട, പോകണ്ട, ഇവിടെ നിന്നാ മതി. രാത്രി സ്തോത്രം, ഒരു ദൂത് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയാം. സ്തോത്രം. അടിമനുഖത്തിന് കീഴിൽ നിന്ന് ആരാധന വെളിപ്പെടത്തില്ല. തപ്പുണ്ടെങ്കിലും കൊട്ടാൻ പറ്റത്തില്ലെന്നാണ്. അല്ലെങ്കിൽ പാട്ടുണ്ടെങ്കിലും പാടാൻ പറ്റത്തില്ല. എത്ര പേർക്ക് മനസ്സിലായി? പ്രവചനം ഉണ്ടെങ്കിലും പറയാൻ പറ്റത്തില്ല. കാരണം അടിമനുഖത്തിന്റെ കീഴിൽ കിടന്ന് കഷ്ടപ്പെടുന്ന നിനക്ക് പാട്ടുണ്ടെങ്കിലും അതിന്റെ കീഴിൽ പാടാൻ പറ്റത്തില്ല. തപ്പുണ്ടെങ്കിലും അക്കര ചലനം കൊട്ടണമെങ്കിൽ അങ്ങനെയെങ്കിലും ഒരു പുറപ്പാട് ആവശ്യമാ. ആരാധിക്കുന്ന ദൈവജനമേ, ഞങ്ങളും പാടുന്നവരാ, ഞങ്ങളും പ്രാർത്ഥിക്കുന്നവരാ, ഞങ്ങളും പ്രസംഗിക്കുന്നവരാ, അല്ല. അടിമനുഖത്തിന്റെ കീഴിൽ കിടന്ന നിന്നിലുള്ള ദൈവിക നിയോഗം വെളിപ്പെടത്തില്ല. നീ അതിനകത്ത് നിന്ന് പുറത്തുവോ. പുറത്ത് വിടത്തില്ല, പുറത്ത് വിടാൻ സമ്മതിക്കത്തില്ല. ആ ചെങ്കടലിന്റെ കരയിലോട്ട് വന്നിരുന്നപ്പോ പുറകെ വന്നിട്ട് സ്വതന്ത്രം പിടിക്കുമെന്ന്. ആരാധിക്കുന്നവനെ ഞാൻ പിന്തുടരും, പിടിക്കും. സ്തോത്രം. ഞാൻ പിടിക്കും. പുറകെ വരിക. ഇങ്ങനെ ലാബാൻ വന്നത്. നിന്നെ അങ്ങോട്ട് മുന്നോട്ട് ഞാൻ വിടത്തില്ല. സ്തോത്രം. തമ്പുരാൻ പറഞ്ഞു, യാക്കോബേ, നീ എന്നോട് ചിലത് നേർന്നിട്ടു. ഇതൊക്കെ വായിക്കുമ്പോ ഉള്ള ഒന്ന് കത്തണം. ലൂസിൽ വെച്ച് നീ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, നീ എന്നോടെടുത്ത ചില തീരുമാനങ്ങളുണ്ട്. നീ അവിടെ വന്നേ പറ്റൂ. അതുകൊണ്ട് എവിടെ പോയാലും പുറകെ ചെന്ന് പറഞ്ഞ, ഞാൻ ബേഥേലിലെ ദൈവമാണ് ഓർമ്മിപ്പിക്കുക. ഞാൻ എവിടുത്തെ ദൈവമാ? ഞാൻ ബേഥേലിലെ ദൈവം, അബ്രഹാമിന്റെ ദൈവമൊന്നും അല്ല. നീ ഉടമ്പടി ചെയ്തല്ലയോ? നീ എന്നോട് പറഞ്ഞ പണ്ടത്തെ നാളുണ്ടല്ലോ, ആ ലൂസില് അവിടെ കിടന്നുകൊണ്ട് നീ ഒരു തീരുമാനം എടുത്തില്ലേ? ഞാൻ ബേഥേലിലെ ദൈവമാ. ഓർമ്മിപ്പിക്കുന്ന ഒരു ദൈവം, ഓർമ്മപ്പെടുത്തുന്ന ഒരു ദൈവം. നോക്കിക്കേ, ലാഭം പുറകെ വന്നിട്ട് സ്തോത്രം മുന്നോട്ട് വിടത്തില്ല. ദൂതൻ അങ്ങോട്ട് ഇറങ്ങിട്ട് എന്റെ ദാസനായ യാക്കോബിനോട്, ഗുണമാകട്ടെ, ഒന്നും നീ ചെയ്യണ്ട, ഗുണവും ചെയ്യണ്ട, ദോഷം ചെയ്യണ്ട, തിരിച്ചു പോ. സ്വതം പിന്തുടരുന്ന ശക്തികളെ തിരിച്ചയക്കുന്ന അല്ല ദൈവ സാന്നിധ്യം, പാരമ്പര്യത്തിന്റെ ശക്തികൾ നിന്നെ മുന്നോട്ട് വിടാതെ വേണം. കുടുംബമായി തലമുറകളുമൊത്ത് മുന്നോട്ട് പോകുന്ന യാക്കോബിനെ മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ പിൻപറ്റി വന്ന ലാബോനോട് പറഞ്ഞു, എന്റെ ദാസനെ തോട്ടുപോകരുത്, ഗുണവും ചെയ്യണ്ട, ദോഷവും ചെയ്യണ്ട, ഉടമ്പടി ചെയ്ത് തിരിച്ചയച്ചു ഒരു ദൈവ. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തെ പിന്തുടരുന്ന, നിന്റെ തലമുറകളെ പിന്തുടരുന്ന, നിന്റെ ജീവിതത്തെ പിന്തുടരുന്ന ചില പാരമ്പര്യത്തിന്റെ ശക്തികൾ, ചില അന്ധകാരത്തിന്റെ ശക്തികൾ, പിന്തുടരുന്ന ചില ശാപങ്ങൾ, എത്ര പേർ വിശ്വസിച്ച് ശാപങ്ങൾ, പിന്തുടർന്ന് വരുന്ന ചില ശാപങ്ങൾ, പിന്തുടർന്ന് വരുന്ന ചില ദുർമരണങ്ങൾ, നിന്റെ കുടുംബത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുടുംബ പാരമ്പര്യ ശക്തികൾ. എന്നാൽ ഇന്ന് രാത്രി നീ വിശ്വസിച്ചോ, പിതാക്കന്മാർ ഭൂമി വിളർന്ന് താഴേട്ട് പോകുമ്പോ യാഗപീഠത്തിന്റെ കൊമ്പുകളെ ചേർത്ത് പിടിച്ച് വിടുതൽ പ്രാപിച്ച ഓരേകപുത്രന്മാർ പാടി
ചില ലാഭാന്യ ശക്തികൾ, മുന്നോട്ട് വിടത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ചില ശക്തികൾ, കുടുംബമായി നീ മുന്നോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞ ചില അന്ധകാര മണ്ഡലങ്ങൾ, സ്വസ്ഥത വരുത്തില്ലെന്ന് സ്വസ്ഥതയെ കെടുത്തുമെന്ന് പറഞ്ഞ ചില ശക്തികൾ, ലാഭാന്യ ശക്തി, അവകാശത്തെ, നിന്റെ നന്മയെ തടയുന്ന ചില ശക്തികൾ. സ്വർഗം പറഞ്ഞു തിരിച്ചു പോ, കാരണം ഒറ്റയ്ക്ക് മുഴങ്കാൽ നിൽക്കുന്നവനെ തൊടാൻ നിനക്ക് പറ്റത്തില്ല. അവൻ യാബോക്ക് കടവിൽ ഒറ്റയ്ക്ക് ഇരിക്കുക, തൊടാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തിയിട്ട് യാബോക്ക് കടവിൽ തനിയെ ഇരുന്ന് പോരാടുന്ന ഒരു യാക്കോബിന്റെ കണ്ണുനീര് കണ്ട് ഹോശേയ പ്രവചനം 12-ാം അധ്യായത്തിൽ അവൻ കരഞ്ഞു പ്രാർത്ഥിച്ചെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നീ ഒറ്റയ്ക്ക് കരയുന്നത്, നീ മാറിയിരുന്ന് കരയുന്നത്, നീ വെടിവീർപ്പിടുന്നത്, നീ നിലവിളിക്കുന്നത് കാണുന്ന ഒരു സ്വർഗ നിനക്കെതിരെ കടന്നു വരുന്ന, ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുന്ന ചില ലാഭാന്യ മണ്ഡലങ്ങളെ തമ്പുരാൻ തിരിച്ചയക്കുകയോ. വിശ്വസിച്ചോ? ഈ ലാഭാന്യ ശക്തി നിന്നെ തൊടാൻ അവൻ അനുവദിക്കത്തില്ല, തൊടാൻ അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്നുണ്ടോ? തൊടാൻ സമ്മതിക്കത്തില്ല, തൊടാൻ അനുവദിക്കത്തില്ല, തൊടാൻ അനുവദിക്കത്തില്ല എന്ന് വിശ്വസിക്കേ. പാരമ്പര്യ ശാപത്തിനോ പാരമ്പര്യ രോഗങ്ങൾക്കോ അന്ധകാര ശക്തികൾക്കോ എന്റെ മേലോ എന്റെ തലമുറകളുടെ മേലോ അവകാശമില്ല എന്ന് നിന്റെ നാവ് കൊണ്ട് നീ പറ. യെസ്. ഓ, പിതാക്കന്മാർ ഭൂമി പിളർന്ന് താഴേക്ക് പോകുമ്പോൾ യാഗപീഠത്തിന്റെ കൊമ്പുകൾ ഓടിച്ച അഭയം പ്രാപിച്ച കോരകപുത്രന്മാർക്ക് പറയാനുണ്ട്, ഞങ്ങൾ നശിക്കാതിരിക്കാൻ ഞങ്ങൾ ആ യാഗപീഠത്തിന്റെ കൊമ്പുകളെ ചേർത്ത് പിടിച്ചു. നിന്റെ കുടുംബ പാരമ്പര്യം ഒരുപക്ഷെ മാനസിക രോഗികളായിരിക്കാം, ആത്മഹത്യ ചെയ്യുന്ന പിതാക്കന്മാരായിരുന്ന, എന്നാൽ തമ്പുരാൻ അതിനെ മുറിച്ചു മാറ്റി യേശുവിന്റെ രക്തം ഒരു ചൂടടയാളമായി. ചില ശാപങ്ങൾ മാറട്ടെ. പിന്തുടർന്നു വരുന്ന ചില ലാഭാന്യ മണ്ഡലങ്ങൾ, ഓ യാബോക്ക് കടവിൽ നിന്നുകൊണ്ട് അവൻ കരയുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ. എന്റെ ചോദ്യം, ഇന്നലെ വരെ പ്രാപിച്ചത് അനുഗ്രഹം. അവൻ പറഞ്ഞു അത് ഈ ലോകത്തിന്റെ, പക്ഷെ എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് നിന്നിൽ നിന്ന് പ്രാപിക്കണം. ഓ, ഇന്നലെ വരെ എന്റെ ബുദ്ധി കൊണ്ട് ശക്തി കൊണ്ട് യുക്തി കൊണ്ട് ഞാൻ നേടിയതെല്ലാം ഞാൻ കളഞ്ഞു. എനിക്ക് വേണ്ടതാ ചിലതിന്റെ മുമ്പ് ചങ്കുറപ്പോടെ നിൽക്കണമെങ്കിൽ നിന്റെ അനുഗ്രഹം എനിക്ക് വേണോ? അത് ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെ പറയുമ്പോ ഹോശേയ 12 യാക്കോബ് കണ്ണുനീരോട് അനുഗ്രഹത്തെ, ഇന്ന് രാത്രി അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ. പറ, നമ്മളും അനുഗ്രഹിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ, നാം പ്രസംഗിക്കുന്ന, നീ പ്രസംഗിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. സ്തോത്രം. ഉറക്കം വരുന്നത് വരെ ഒന്നും പറയണ്ട. സ്തോത്രം. പഴുത്തുപോയ അമ്മയുടെ കണ്ണെ തൊട്ട് സ്തോത്രം പറയാവോ? ഇന്ന് രാത്രി ഞാൻ ധൈര്യത്തോടെ പറയട്ടെ, വലത് കൈയെടുത്ത് അമ്മയുടെ വലത് കണ്ണെ വെച്ച് രാത്രി 10:30 മുതൽ വെളുപ്പിനെ 3:15 വരെ സ്തോത്രം പറഞ്ഞതിന്റെ പരിണത ഫലം കണ്ണെടുത്ത് കളഞ്ഞില്ല, എടുത്ത് കളയാൻ പറഞ്ഞ ഡോക്ടറെ വീട്ടിൽ യോഗം നടത്തി. സ്തോത്രം. മഞ്ഞപ്പൊടി വാരിയിട്ട പോലെ പഴുത്തുപോയ കണ്ണ്, വെച്ചിരുന്ന കോട്ടനും ഗോസും എല്ലാം കുതിർന്നുപോയി. ചെവി ചേർത്ത് പിടിക്കണം, സംസാരിക്കുന്ന കേൾക്കണമെങ്കിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് രാവിലെ കണ്ണെടുത്ത് കളയണം.
രാത്രി 10:30 മുതൽ രാവിലെ 3:15 വരെ സ്തോത്രം. സ്തോത്രത്തിന് ഭയങ്കര ശക്തിയാ. സ്തോത്രം. ദൈവത്തെ ആരാധിക്കുക. ഇതിനകത്തൊരു പ്രമാണമുണ്ട്. പ്രമാണപ്രകാരം ആരാധിക്കണം, വ്യവസ്ഥ പ്രകാരം ആരാധിക്കണം. പറവൻ പറഞ്ഞു ഇവിടെ അങ്ങ് നിൽക്കുക. അഡ്ജസ്റ്റ് ചെയ്തൊരു ആരാധന നോ, നടക്കത്തില്ല. അഡ്ജസ്റ്റ് ചെയ്ത ആരാധന വേണ്ട. സ്തോത്രം. എന്നാ പിന്നെ പുരുഷന്മാര് പോകും, സ്ത്രീകളും കുഞ്ഞുങ്ങളും. നടക്കത്തില്ല. ഞങ്ങൾ ഒന്നിച്ചേ പോകുന്നുള്ളൂ ആരാധിക്കാൻ. ഓ, ചെങ്കലിന്റെ കരയെ വന്ന് നിന്നിട്ട് പറയുവാ, ആ ഏതായാലും വലിയ കാര്യത്തെ എല്ലാം കൂടെ ഒന്നിച്ചിറങ്ങിയതാ കൂട്ടത്തോടെ. ഇപ്പൊ ദാണ്ട് ഇവിടെ വന്ന് നിന്ന് മോശയുടെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് ഇന്ന് കരയുവാ. എന്നിട്ട് ശത്രു പുറകിന്ന് വിളിച്ചു പറയാം, തീർന്നു യാത്ര തീർന്നു, ഇത് ഫിനിഷിംഗ് പോയിന്റാ. തമ്പുരാൻ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ ഫിനിഷിംഗ് പോയിന്റ്, അവന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ശത്രു ജൈവജനത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് നിന്റെ ഒടുക്കമാ. തമ്പുരാൻ പറഞ്ഞു, ഇത് നിന്റെ ഒടുക്കമാ. ആരാധിക്കാൻ ഇറങ്ങിയവന്റെ തുടക്കമായത്. ആരാധിക്കാൻ ഇറങ്ങിയവന്റെ മുമ്പിൽ നിനക്ക് കാണാൻ വയ്യാത്ത ഒരു വഴിയുണ്ട്. ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്ത ഒരു വഴി എന്നെ ആരാധിക്കാൻ ഇറങ്ങിയവന്റെ മുമ്പിൽ ഞാൻ തുറന്നിട്ടുണ്ടെന്ന്. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചവരോട് ദൂത് പറയാ, നിന്റെ മുമ്പിലുള്ള വഴിയെ പിന്തുടർന്നുവെന്ന് ശത്രുവിന് കാണാൻ പറ്റത്തില്ല. എന്നാൽ വീണ്ടെടുക്കപ്പെട്ടവന് വേണ്ടി ആഴിയുടെ ആഴങ്ങൾ വഴി തുറക്കുന്ന ദൈവം, ആരും അറിയാത്ത പാത നിനക്ക് വേണ്ടി തുറന്നു തരുന്ന ഒരു ദൈവമാണ്. നിന്റെ കണ്ണുനീര് കണ്ടാ പുറത്തു കൊണ്ടുവന്നത്, നിന്റെ നിലവിളി കേട്ടാ പുറത്തു കൊണ്ടുവന്നത്. അങ്ങനെ നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ഒരു ദൈവം ഈ രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. തക്ക സമയത്ത് ആ ദൈവം ഉയർത്തും. വിശ്വസിക്കുന്നുണ്ടോ? ഓ, സമുദ്രത്തിന്റെ ആഴം എന്നൊക്കെ പറഞ്ഞ ഞാനിങ്ങനെ ഈ കരയ്ക്കൂടെ വന്നിട്ട് ചെങ്കലിന്റെ കരയിൽ വന്ന് നിൽക്കുക. ഇതിന്റെ രണ്ട് സൈഡിലോട്ടും ദൈവം കൊണ്ട് വിഭാഗിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾ നോക്കിക്കുക, ഇവരെങ്ങോട്ടാ ഇറങ്ങാൻ പോകുന്നത്? അയ്യോ, എന്തോ ആഴത്തിലോട്ടാ ഇവരിറങ്ങണ്ടേ. പക്ഷെ ഞാൻ ഞങ്ങളുടെ കല്ലുമല അപ്പച്ചൻ പറയുമായിരുന്നു, ഞങ്ങൾ ഒരു കൂട്ടം അപ്പച്ചന്മാരുടെ കാൽക്കലിരുന്നാ പഠിച്ച കേട്ടോ. അവരൊക്കെ വീട് കിട്ടും കാറ് കിട്ടും എന്നല്ല, ഇറങ്ങിയപ്പോഴേ പറഞ്ഞു ഇതെല്ലാം പോവെന്നാ ഞങ്ങളെ പഠിപ്പിച്ചത്. സിയോനെ കുറിച്ചാ ഞങ്ങളെ കുറിച്ച് പഠിപ്പിച്ചത്. പട്ടിണി കിടന്ന സ്തോത്രം ഹല്ലേലൂയ. പറമ്പിലെ പുളിയില പറിച്ച് തിന്നപ്പോ സ്തോത്രം ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, നിഷേധിക്കപ്പെട്ടപ്പോൾ സകലതും. അപ്പച്ചൻ പറഞ്ഞു, മോനെ, മടങ്ങിയ മുഴങ്കാലം, തകർന്ന ഹൃദയവും മലർന്ന കൈകളും നിറഞ്ഞ കണ്ണുകളും നിന്റെ ജീവിതത്തിലുണ്ട്. ഒരു ശക്തിക്ക് നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ആ ദൂത് അങ്ങോട്ട് ഏറ്റെടുത്ത് ഹൃദയമാകുന്ന മാംസപ്പലയിൽ അഴത്തി എഴുതി കൃപയാൽ. ആ പിതാക്കന്മാരുടെ വാക്കുകളുണ്ടല്ലോ, ഞങ്ങളെ നിർത്തിയത് തീയുടെ നടുവിലാ. ഓ ഹല്ലേലൂയ. ഇന്ന് സുവിശേഷത്തിന്റെ വക്താക്കളായിട്ട് ഏത് തെരുവിലും ചങ്കുറപ്പോടെ നിൽക്കുന്നത്, ഏത് വ്യക്തിയുടെ മുമ്പിൽ ഉറപ്പോടെ നിൽക്കുന്ന ഒരു ഒറ്റ കാരണം അല്ല, സിയോനെ കുറിച്ചൊരു ലക്ഷ്യം. ദർശനം മക്കദോനിയുടെ വിളിയുടെ പിന്നിൽ കാരാഗ്രഹം ഒരു വിഷയമല്ല. ആണോ? ഇതൊന്നും പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചൊന്നും പറഞ്ഞില്ല. ശ്രദ്ധിച്ചേ, ദർശനം കണ്ടിറങ്ങിയവന്, മക്കദോന്യ വിളി തിരിച്ചറിഞ്ഞിറങ്ങിയവന് കാരാഗ്രഹത്തിലെ ചങ്ങല വിഷയം, ചന്തസ്ഥലത്തെ വലിച്ചഴച്ചു കൊണ്ടുപോയി അടിയൊന്നും വിഷയമല്ല. കാരണം അവനൊരു ഉറപ്പുണ്ട്. മക്കദോന്യ വിളി കണ്ടിറങ്ങിയതാ. മക്കദോന്യക്കാരൻ മാടി വിളിക്കുന്ന വെളിപ്പാട് കണ്ടിറങ്ങിയതാ. ഓ ഹല്ലേലൂയ. പുഴവക്കത്തെ ലൂദിയായുടെ ഹൃദയം തുറന്നു, വെളിച്ചപ്പാടത്തിയുടെ ആത്മാവ് വിട്ടുപോയി. അപ്പോഴും അവനറിയാം ചിലത് മാടി വിളിച്ചത് വെളിപ്പെടാൻ കിടക്കുകയാ. ചില വെളിപ്പാടുകളോ കണ്ടിറങ്ങിയെങ്കിൽ, നീ വെളിപ്പാട് കണ്ടിറങ്ങിയവനാണെങ്കിൽ, വെളിപ്പാട് കണ്ടിറങ്ങിയ വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയാ, നിന്റെ വെളിപ്പാടിന് മങ്ങലേൽക്കാതെ ഏതൊരു അനുഭവങ്ങളുടെ നടുവിലും അതിനെ മുറുകെ പിടിച്ച് ചങ്ങലകളെ അഴിക്കുന്നതായി വെളിപ്പാട്, കാരാഗ്രഹത്തെ തുറക്കുന്നതായി വെളിപ്പാട്, വാളെടുത്തുകൊണ്ട് നിൽക്കുന്നവനെ അകത്തു കൊണ്ടുവരുന്ന വെളിപ്പാടായത്. മക്കദോന്യ വിളി കേട്ട് ഇറങ്ങിയവർ മക്കദോന്യ വിളി കേട്ടിറങ്ങിയവരോടൊരു ദൂത, മക്കദോന്യ വിളി കേട്ടിറങ്ങിയവരോടൊരു ദൂത.
കരയുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു. സ്തോത്രം. വേദനിക്കുന്ന അനുഭവങ്ങൾ ഉടയവൻ ചേർത്ത് പിടിക്കും. ആ സ്നേഹം അനുഭവിക്കുന്ന ഒരു ഓർത്ത് ഞാൻ സഹോദരിമാരെ, സുവിശേഷ വേലയിൽ വൻ കാര്യങ്ങളെ നമ്മളിലൂടെ ദൈവം ചെയ്യും. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ചിലതൊക്കെ പറഞ്ഞ എല്ലാം ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ജീസസ്. ആത്മാക്കളെ നേടി സ്നാനപ്പെടുത്താൻ പാസ്റ്റേഴ്സിന്റെ കൈ കൊണ്ട് കൊടുക്കുക. സ്തോത്രം. തമ്പുരാൻ പറഞ്ഞു സഭ പണിയാൻ പറ്റുമോ? ഒന്ന് ആമേൻ പറ, സ്തോത്രം പറ. സുവിശേഷ വേലയിൽ ശക്തിയോടെ ദൈവം ഉപയോഗിക്കും. സ്തോത്രം. പണിയാൻ തുടങ്ങി. സ്തോത്രം. തമ്പുരാൻ തന്ന നന്മകൾ. സ്തോത്രം. പണ്ടൊക്കെ അപ്പച്ചന്മാര് പറഞ്ഞു, സ്തോത്രം, മുറുക്കി പിടിച്ചാലും വേലയ്ക്ക് ചുമട് കൊടുത്തു. സ്തോത്രം. തന്ന നന്മകൾ ദൈവനാമം ചെലവഴിച്ചു. സ്തോത്രം. ഇതുപോലെ ആലയം പണിയുടെ കുറച്ച് തുടങ്ങിയപ്പോൾ ശൂന്യമായി. സ്തോത്രം. പലരും നിരുത്സാഹപ്പെടുത്തി. പലരും പറഞ്ഞു, സ്തോത്രം, ഇതിനൊക്കെ പുരുഷന്മാരില്ല എങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ സഹോദരിമാർക്ക് ഞാൻ ഒരുറപ്പ് തരാം, വൻ കാര്യങ്ങൾ. ഞാൻ ഇന്ന് വരെ ഒരു സ്റ്റേജിലും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പാസ്റ്ററുള്ളത് കൊണ്ട് വൻ കാര്യങ്ങൾ ദൈവം ചെയ്യും. നിങ്ങൾക്ക് കേൾക്കണോ? ഇഷ്ടം പോലെ കൺവെൻഷൻ. കഴിഞ്ഞ 40 ദിവസം ഞാൻ ഉപവാസം, 40 ദിവസം 40 കൺവെൻഷൻ പ്രസംഗിച്ചു. അതിനോടൊപ്പം വന്നിട്ടുള്ളവരൊക്കെ ഇതിനകത്തുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പോകട്ടെ. സ്തോത്രം. ഞാൻ പറയാം, ഹല്ലേലൂയ. ആത്മാക്കളെ നേടുക മാത്രമല്ല, തെരുവിൽ പ്രസംഗിക്കുക മാത്രമല്ല, ജയിലിൽ പ്രസംഗിക്കുക മാത്രമല്ല, സ്തോത്രം, ട്രെയിനിൽ പോയി പ്രസംഗിക്കുക മാത്രമല്ല, ബസ് സ്റ്റാൻഡിൽ പ്രസംഗിക്കുക മാത്രമല്ല, കടപ്പുറത്ത് ട്രാക്ട് കൊടുക്കുക മാത്രമല്ല, സഭ പണിയാനാണ് അങ്ങനെയും ദൈവം ഉപയോഗിക്കും. ബുദ്ധിമുട്ടാ സ്തോത്രം പറയാൻ. സ്തോത്രം, സ്തോത്രം. തമ്പുരാൻ വൻ കാര്യങ്ങളെ ചെയ്യും. 12 ഗോത്രപിതാക്കന്മാരുണ്ടായിട്ട് ഇസ്രായേൽ ഗോത്രത്തെ പണിയാൻ 2 സഹോദരിമാരെ ഉപയോഗിച്ചെങ്കിൽ സുവിശേഷ പ്രഘോഷണത്തിൽ ശക്തമായി അല്ലെ ദൈവത്തിനു വേണ്ടി നിന്നാൽ വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളച്ചാൽ നീതി സ്വർഗത്തിൽ നിന്ന് നോക്കും. പണി ഒരു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കരങ്ങൾ ശൂന്യമാകും. ഭൂമിയിൽ ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാൻ അനുവദിക്കാത്ത സ്വർഗത്തിലെ ദൈവം. സ്തോത്രം. ഒരു മനുഷ്യനും ആശ്രയിക്കാതെ മുഖത്തേക്ക് മാത്രം ഒന്ന് നോക്കിക്കേ. ആ സാന്നിധ്യം നമുക്ക് ഒത്തിരി അനുഭവിക്കാൻ പറ്റും. ആരുമില്ലെങ്കിൽ ഒത്തിരി സ്നേഹം അനുഭവിക്കാൻ പറ്റും. അധികം മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അത്രത്തോളം എണ്ണ പകരപ്പെടുമെന്ന്. സ്തോത്രം. ആലയത്തിൽ ചെന്ന് സ്തോത്രം, മേൽക്കൂര മാത്രമുള്ള ആലയത്തിൽ കവണ്ണു വീണ് പ്രാർത്ഥിച്ചു, കർത്താവേ, പറഞ്ഞത് ആത്മാക്കളെ തന്നതും ദൈവമാണെങ്കിൽ എന്ത് ചെയ്യണം? നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളുടെ മുമ്പിൽ പരാജയപ്പെട്ടു പോകാതെ വീണ് കിടന്ന് കരയുമ്പോൾ സ്തോത്രം, ആ കരച്ചില് കരഞ്ഞു കരഞ്ഞ് കരഞ്ഞങ്ങ് മയങ്ങി സ്തോത്രം തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഹല്ലേലൂയ. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം, ധൈര്യപ്പെട്ട് പണിയുക. ഹല്ലേലൂയ. അടുത്ത വാക്യം കേൾക്കണം, ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുന്നത്തേക്കാൾ അധികമായിരിക്കുമെന്ന്. ശബ്ദം ഒന്ന് കേൾക്കാൻ കൊതിയുണ്ടെങ്കിൽ ഒന്ന് വീണ് കിടക്കുന്നേ. ശബ്ദം കേൾക്കാൻ കൊതിയുണ്ടെങ്കിൽ ഒന്ന് വീണ് കിടക്ക. യാബോക കടവിലൊന്ന് ഇരിക്ക. ഹല്ലേലൂയ. അനേകരുടെ കണ്ണു മങ്ങുമ്പോൾ ഹല്ലേലൂയ നെഞ്ചു പൊട്ടി കരയുന്ന നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു സ്വർഗമുണ്ടെന്നേ. സ്വോത്രം, 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 സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. തട്ടി വിളിച്ചിട്ട് തമ്പുരാൻ പറയാ, ഒരാലയം പണിയാ. ആത്മാക്കളെ നേടുക മാത്രമല്ല, അതിനെ കൊണ്ട് അഭിഷിക്തന്മാരുടെ കയ്യിലേക്ക് കൊടുത്തു. അവരെല്ലാവരെയും സ്ഥാനപ്പെടുത്തി. സ്തോത്രം. തമ്പുരാന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ, ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ എല്ലാം പറയാൻ പറ്റില്ല. അതുകൊണ്ടാ സ്തോത്രം, ചില വഴിത്തിരിവുകൾ ഉണ്ടാകണം. പകുതിയായപ്പോൾ ഭൂമിയിൽ ഒരു മനുഷ്യനോട് കഷ്ടതയുടെ നാളുകൾ പറഞ്ഞിട്ടില്ല. സ്തോത്രം. വീണ് കിടന്ന് കരഞ്ഞപ്പോൾ
തട്ടി ഉണർത്തിട്ട് ധൈര്യപ്പെട്ട് പണിക. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുന്നത്തേക്കാൾ അധികമായിരിക്കും. സ്തോത്രം. തലേ ദിവസം രാത്രി ACP പാനൽ ചെയ്യുന്ന ആള് വന്നിട്ട് പറഞ്ഞത്, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പാർട്ടിയുടെ ആളാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, മാം നാളെ എറണാകുളത്തിന് മേള് പണിയാനായിട്ട് പോവാ. ഇനി ഞങ്ങള് സ്തോത്രം കുറെ മാസങ്ങൾ കഴിഞ്ഞ് ഇങ്ങോട്ട് വരത്തുള്ളൂ. അത്രയും മാസം അവിടെ പണിയുണ്ട്. നാളെ രാവിലെ 8 മണിക്ക് മുമ്പ് 50,000 രൂപ തന്ന ആലയത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ട് പോകാം. അതല്ല എങ്കിൽ പോകും. 3:30 ആയപ്പോ തമ്പുരാൻ ധൈര്യപ്പെട്ട് പറയാ, ധൈര്യപ്പെട്ട് പണിയാൻ. പക്ഷെ ധൈര്യപ്പെട്ട് പണിയാൻ എന്തോ വേണം. ശബ്ദം കേട്ടു, ഒന്നും നോക്കിയില്ല. ആഴിയൊന്നും എന്തോ എളുപ്പമാ പാടാനല്ലേ. ആഴിയൊന്നോർത്തില്ല, ആഴം വരാഞ്ഞില്ല. ഇറങ്ങി ഞാൻ പ്രിയനെ. സ്തോത്രം. ഈ ശബ്ദം കേട്ട ധൈര്യമാണ്, ഒരസാധാരണ ധൈര്യമാണ്. എഴുന്നേറ്റു. പിന്നെന്താന്ന് ചിന്തിക്കുകയേ വേണ്ട. സ്തോത്രം. 7:30 ആയപ്പോൾ സ്തോത്രം പ്രതീക്ഷിക്കാൻ പറ്റാത്തടത്തു നിന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കോള്. സ്തോത്രം. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഒരു 50,000 രൂപ തരാൻ ദൈവം പ്രേരിപ്പിച്ചു. 8 മണിയാകുമ്പോഴെന്ന് അവൻ പറഞ്ഞെടുത്ത് 7:30 ആകുമ്പോ കൈ കെട്ടി. ആലയം പണിയുക മാത്രമല്ല, ആലയത്തിനകത്ത് ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്തി. സ്തോത്രം. അതിനകത്ത് വന്ന അല്ലല്ലേ ഞങ്ങളുടെ പാസ്റ്റൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവ അവസരങ്ങളെ ഒരുക്കി. ആദ്യമായിട്ടൊരു സ്റ്റേജെ പറയും. ഞാൻ പറഞ്ഞത് വലിയ ദൈവം ചെയ്യുമെന്ന്. അതുകൊണ്ട് എന്റെ സഹോദരിമാരോട്, കൊയ്ത്തു വളരെയുണ്ട്, വേലക്കാർ ചുരുക്കമായി. ഈ ദിവസങ്ങളിൽ അല്ലെ പ്രസംഗകർ ഒത്തിരി ഉണ്ട്, വേലക്കാര് ചുരുക്കമാ. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോണം, പ്രാർത്ഥിച്ചോണം. സ്തോത്രം. ദൈവമഹത്വം വെളിപ്പെടും. രാത്രി എടുക്കുന്നിടം വരെ സ്തോത്രം പറഞ്ഞു. 3:30 ആയപ്പോ അവിടെ കടന്നു. 5 മണിയായപ്പോ സെൽഫോൺ റിങ് ചെയ്തു. ചാടി എഴുന്നേറ്റപ്പോ ആ ഹൈന്ദവ സഭ, എഴുന്നേറ്റില്ലയോ, മെഡിക്കൽ കോളേജിലോട്ട് പോകണം. 5 മണിയായി, നിങ്ങൾ ഗേറ്റ് തുറക്കാഞ്ഞല്ല. ചാടി എഴുന്നേറ്റു. കാരണം രാത്രി സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ അമ്മ ഉറങ്ങി. സ്തോത്രം. മാസങ്ങളോളം മുമ്പേ ചേട്ടൻ പറഞ്ഞ പോലെ ഉറങ്ങാത്ത ആൾ ഉറങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ സാരി ഉടുക്കാൻ സമയമില്ല, കാറ് വന്നു, നമുക്ക് പെട്ടെന്ന് തിരുവനന്തപുരം മെഡിക്കൽ. അമ്മ പറഞ്ഞു, പോകുന്നില്ല. ഞാൻ ചോദിച്ചാ എന്താ? അമ്മയുടെ ശബ്ദത്തിന് മാറ്റം ഉണ്ടായി. ഇന്നലെ ചെവി ചേർത്ത് പിടിച്ച കേക്കന്റെ ശബ്ദം ഇന്ന് ഉറക്കെ പറഞ്ഞു. സ്തോത്രം. എന്നോട് പറ, മോനെ ഇന്നലെ രാത്രി നീ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു ഐസ് വെക്കുന്ന പോലെ എന്റെ കണ്ണിൽ ഒരു അനുഭവം ഉണ്ടായി. ഈ സാധനം എടുത്ത് മാറ്റ, അല്ലെ ഞാൻ എടുത്ത് കളയും, അല്ലെ എന്റെ യേശു എന്നെ രക്ഷിച്ചെന്ന്. നാമം മാത്രം ജപിച്ചിരുന്ന അമ്മ സ്തോത്രം പറയുന്ന അമ്മയാക്കി മാറ്റാൻ എന്റെ തമ്പുരാൻ കരുണ ചെയ്തെങ്കിൽ ആ ഹല്ലേലൂയ വിറയാർന്ന കൈകളോടെ ഞാൻ ആദ്യം ഭയന്നു അതെടുക്കാൻ. കാരണം കണ്ണ് പഴുത്ത് വെളിയിലേക്ക് തള്ളി. കോട്ടൺ വെച്ച് ഇങ്ങനെ വെച്ചിരിക്കുക. കോട്ടനും ഗോസും കൂടെ ചേർത്ത് പിടിച്ച് മാവേലിക്കര ഫിലിപ്പ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ നേഴ്സായിട്ട് ജോലി ചെയ്ത ആളാ ഞാൻ. അവിടുത്തെ വലിയ ഹോസ്പിറ്റലല്ല. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഒത്തിരി രോഗികളെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് എന്റെ അമ്മയാ. സ്തോത്രം. എന്നാൽ അമ്മ പറഞ്ഞു, മോനെ എടുത്ത് കളയാൻ പറഞ്ഞു. സ്തോത്രം. എന്റെ മനസ്സിലെ ചിന്ത, ഇത് എടുക്കുമ്പോ കണ്ണൂടളകിപ്പോ അത്രയ്ക്ക് പഴുത്തിരിക്കുക. പക്ഷെ കണ്ണ് ഇതങ്ങോട്ട് എടുത്തപ്പോ ഉണ്ടല്ലോ, എന്റെയും നിങ്ങളുടെയും കണ്ണുപോലെ എന്റെ അമ്മയുടെ കണ്ണ്. ജീവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? മിസ്രൈം എന്ന ഇരുമ്പുലയുടെ നടുവിൽ നിന്ന് തേജോമയനായ ദൈവം തന്റെ ജനത്തെ പുറത്തു കൊണ്ടുവന്നു. മാറയെ മധുരമാക്കി തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത്, അല്ലെങ്കിൽ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നി തൂണായി നിന്നവൻ, കടൽ കിടന്ന ലിവ്യാധാന തലയെ തകർത്ത് ചിറക് പിടിപ്പിച്ച് കാടപ്പക്ഷികളെ കയ്യെത്തി പിടിക്കത്തക്ക രീതി കൂടാരത്തിന്റെ വാതിൽക്കൽ കൊടുത്തവൻ, മഞ്ഞിൽ പൊതിഞ്ഞ മന്ന കൊടുത്തവൻ, എല്ലാം ഇസ്രായേൽ ജനത്തിന് കൊടുത്തവൻ, ഒരു വൈദ്യനെ കൊടുത്തില്ല. എന്നിട്ട് പറഞ്ഞു, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയായി നിങ്ങളുടെ നടുവിലുണ്ട്. ഇന്ന് പ്രിയപ്പെട്ടവർ വിശ്വസിക്കുന്നു. ഒരു വൈദ്യനെ കൊടുക്കാത്ത ദൈവം പറഞ്ഞു, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയായി നിങ്ങളുടെ നടുവിലുണ്ട്. പുതിയ നിയമത്തിൽ അവന്റെ അടിപ്പിണറുകളോ സൗഖ്യം വന്നിരിക്കുന്നു. രാത്രി എന്നോടൊപ്പം വന്ന പ്രിയപ്പെട്ടവരോട് ചോദിച്ചാൽ അറിയാം. 2024 ഫെബ്രുവരി മാസം 20 ഞാൻ പാറശാല പ്രസംഗിക്കുമ്പോൾ
എൻ്റെ അമ്മ വീട്ടിലൊന്ന് വീണു. സ്തോത്രം. നട്ടെല്ല് 3 സ്തോത്രം പൊട്ടിപ്പോയി. സ്തോത്രം. അറ്റാക്കുമായി. സ്തോത്രം. പാറശാലയിൽ നിന്ന് തിരിച്ച് രാത്രി 2:30 ഞങ്ങൾ കായംകുളത്ത്, ഞാനും എൻ്റെ സഭയിലെ സെക്രട്ടറിയുടെ ഭാര്യയും ഞങ്ങൾ കായംകുളത്ത് വരുമ്പോ രാത്രി 2:30 സഞ്ജീവനി ഹോസ്പിറ്റലിൽ അപ്പോഴത്തേക്ക് ബിലിവേഴ്സ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ചെന്നപ്പോൾ സീരിയസ് ആയി. 6 മണിക്കൂർ എന്ന് പറഞ്ഞു. നട്ടല്ലേ 3 പൊട്ടല്. സ്തോത്രം. അല്ല അറ്റാക്കുമായി. സ്തോത്രം. ഓക്സിജൻ കൊടുത്തിട്ട് പോലും പറ്റുന്നില്ല. ഞാൻ ചെന്നപ്പോൾ സ്തോത്രം പ്രിയപ്പെട്ടവർ എന്നോടൊപ്പമുണ്ട്. ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഒരു പേപ്പർ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഞാൻ ആകെ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവം വരുമ്പോഴാണ് സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ പോകുന്നതിന് മുമ്പ് ഞാൻ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, എന്തോ ഭവനത്തിൽ സംഭവിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവിനോട് ഞാൻ അതുകൊണ്ട് പാറശാലയിൽ പോകുന്നില്ലെന്ന് പറഞ്ഞു. പാറശാലയിൽ പോകുന്നില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. പ്രിയപ്പെട്ടവർ പറഞ്ഞു ഡേറ്റ് മാറ്റരുത്. പിന്നെ ഞാൻ ഓർത്തു, കർത്താവേ ഞാൻ എങ്ങനെ കൺവെൻഷന് പോകാതിരിക്കും. പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. എന്നാൽ ഒരു ഉറപ്പ്. ഡോക്ടർ പറഞ്ഞു ഓക്സിജൻ പോലും എടുക്കാൻ പറ്റത്തില്ല, തൊണ്ട കിഴിക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം. പറ്റത്തില്ല. 6 മണിക്കൂർ എന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ സ്തോത്രം സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. വെളിയിലിറങ്ങി നിന്ന് തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ ഞങ്ങളുടെ ദൈവദാസന് സഭയും ഞങ്ങൾ ഒന്നടങ്ങ് സ്വർഗത്തിലേക്ക് കൈയുയർത്തിയിട്ട് പറഞ്ഞു, ഇന്നും പ്രവർത്തിപ്പാൻ യേശു സർവശക്തിയുള്ള ദൈവം. നട്ടല്ലൊടിഞ്ഞാലും അറ്റാക്ക് വന്നാലും ഹല്ലേലൂയ സ്വർഗം ഇന്നും പ്രവർത്തിപ്പാൻ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ചോദിച്ചു നോക്ക്, കൂടെ വന്നവരോട് ചോദിച്ചു നോക്ക്. ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ച് മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിനോട് പറഞ്ഞു അമ്മയെ പുറത്തോട്ട് താന്ന് പറഞ്ഞു. അവര് വിചാരിച്ചു സ്വോത്ര 88 വയസ്സുള്ള അമ്മ സ്വോത്ര ഇനിയും പോട്ടെന്ന് വെച്ചായിരിക്കും ഇവര് പറയുന്നത്. അവര് പറഞ്ഞു റിസ്കാ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ, ഒന്ന് വെളിയിലോട്ട് തരാമോ. അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ മെഡിക്കൽ കോളേജിലോട്ട് പോയി എല്ലാരെയും അങ്ങ് സൗഖ്യമാക്കാം. അല്ല, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എന്റെ അമ്മ വിശ്വസിക്കുന്ന വ്യക്തിയെ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ വെളിയിൽ കൊണ്ടുവന്നു. ചോദിച്ചു നോക്ക 10 മിനിറ്റ് പോലും ഓക്സിജൻ വെക്കേണ്ടി വന്നില്ല. സൗഖ്യമാക്കി. ഇന്ന് എഴുന്നേറ്റ് നടക്കുന്നു. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അല്ലെങ്കിൽ അറ്റാക്കിനെ മാറ്റി ഒടിഞ്ഞ അസ്ഥികളെ ചേർത്ത് വെക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം. അല്ലെ 88 വയസ്സുള്ള അമ്മയുടെ ഒടിഞ്ഞ അസ്ഥികളെ ഉല്ലസിപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി ലൈനിൽ ശ്രദ്ധിക്കുന്നവരോട് നിന്റെ ആന്തരിക അവയവങ്ങളുടെ മേൽ, നിന്റെ ബാഹ്യ അവയവങ്ങളുടെ മേൽ എന്ത് കേടുപാടുകളുണ്ട് സൃഷ്ടിച്ചവൻ, നിർമ്മിച്ചവൻ, ഉരുവാക്കിയവൻ ആ എഞ്ചിനീയർ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. വിടുവിക്കുന്നവന്റെ ശക്തി. ഓ, മരണം മാറ്റാൻ, ശാപം മാറ്റാൻ, രോഗം മാറ്റാൻ, പാപം മാറ്റാൻ കഴിയുന്ന ഏക നാമം, ആ നാമത്തിലുള്ള ആരാധന വിടുന്നതോ. വിശ്വസിക്കുന്നുണ്ടോ? മരണത്തെ മാറ്റാൻ കരുത്തുള്ള ഒരു ദൈവം, ചെങ്കലിനെ തുറക്കാൻ കഴിവുള്ള ഒരു ദൈവം. പൊട്ടക്കുഴിയിൽ സാന്നിധ്യം അനുഭവിക്കണം, കാരാഗ്രഹത്തിൽ സാന്നിധ്യം അനുഭവിക്കണം, പത്മോസിലും അനുഭവിക്കാൻ പറ്റുമെന്ന് അല്ലേ. യോഹന്നാനെ എന്നോട് ദൈവം ഇടപെട്ടതാ കേട്ടോ. പത്മോസിൽ പോയി ഒറ്റ ഒരുത്തനും തിരിച്ചു വന്നിട്ടില്ല. പക്ഷെ യോഹന്നാനെ നീ തിരിച്ചിറങ്ങി വരും എന്ന് വിശ്വസിച്ചേ. സ്തോത്രം. ഒരുത്തന്റെ അസ്ഥി പോലും തിരിച്ചു കിട്ടിയിട്ടില്ല, പക്ഷെ നീ തിരിച്ചു വരുമെന്നൊന്ന് വിശ്വസിച്ചേ. സ്തോത്രം. നീ മറ്റുള്ളവര് പോയ വിഷയത്തിലൂടെ നീയും പോയേക്കുന്നത്. അവരാരും രക്ഷപ്പെട്ടിട്ടില്ല, പക്ഷെ നിന്നെ ഇതിനകത്തൂടെ വിട്ടതിന്റെ പിന്നിൽ എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? അല്ല, നീ തിരിച്ചിറങ്ങി വരുമെന്നേ. നിന്റെ അസ്ഥിയല്ല വരുന്നത്, അടുത്ത ജനറേഷന് കൈമാറ്റം ചെയ്യപ്പെടുന്ന വെളിപ്പാടോടെ നീ തിരിച്ചിറങ്ങോ. വെളിപ്പാടുള്ളവനായി തിരിച്ചിറങ്ങും. ഈ രോഗത്തിനകത്തു നിന്ന്, ഈ ബന്ധനത്തിനകത്തു നിന്ന് വെളിപ്പാട് പ്രാപിച്ചവനായി, ദർശനമുള്ളവനായി നീ തിരിച്ചിറങ്ങി വരൂ. കണ്ണുനീർ തുടയ്ക്കുന്ന യേശു. പിറ്റേനാൾ അവൻ നൈൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. പട്ടണത്തിന്റെ വാതിലിനോട് അടുത്ത് ചെന്നപ്പോൾ സ്തോത്രം, മരിച്ചു പോയൊരുത്തിനെ പുറത്തോട്ട് കൊണ്ടുവരിക. ഓ ഹല്ലേലൂയ. സ്തോത്രം. പട്ടണത്തിനകത്ത് നിന്ന് പട്ടണത്തിന്റെ വാതിലൂടെ പുറത്തേക്കൊരു യാത്ര, വിലാപയാത്ര. സ്തോത്രം. 2024 നമ്മുടെ അനേക കുടുംബങ്ങളെ വിലാപ ഭവനമാക്കി മാറ്റാൻ പിശാച് കെണിയൊരുക്കിയതാണ്. സ്തോത്രം. സ്തോത്രം. ഈ പാൻഡമിക് സിറ്റുവേഷനിലൂടെ ഒക്കെ പോയപ്പോൾ കോടിക്കണക്കിന് ജനത്തെ ഈ കുഞ്ഞം വൈറസ് അപകരിച്ചപ്പോഴും ജീവനോടെ വെച്ചിരിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിനൊരാശയുണ്ടെന്നേ.
ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന് വെട്ടിക്കളയാതെ ഫലം കായ്ക്കാൻ 1 വർഷം കൂടെ നിക്കട്ടെ എന്ന് പറഞ്ഞ് നിന്നെ വെച്ചിരിക്കുക. തമ്പുരാന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആരാധിക്കാൻ മക്കളെയും പഠിപ്പിച്ചോണം. സ്വത്ര അഭിനാഥാന്റെ ഭവനത്തിൽ 20 വർഷം ഈ പെട്ടകം ഇരുന്നു. എന്നെ ചുമക്കണ്ട പോലെ ചുമക്കാൻ പിള്ളേർക്ക് അറിയത്തില്ല. സ്വത്ര സ്വത്ര ഹല്ലേലൂയ. തലമുറകളെ പഠിപ്പിക്കണം. 20 വർഷം വീട്ടിൽ പെട്ടകം ഇരുന്നിട്ട് എന്നാ പ്രയോജനം? സ്തോത്രം. ചുമക്കണ്ട പോലെ ചുമന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ വീട്ടിൽ 20 വർഷം പെട്ടകം ഇരുന്നത്. ഔസായുടെ അപ്പന്റെ വീട്ടിൽ കുടുംബത്തിൽ 20 വർഷം പെട്ടകം ഇരുന്ന. പെട്ടകം എത്ര വർഷം കൊണ്ട് ഇരിക്കുന്നെന്നുള്ളതല്ല വിഷയം, അല്ലെ രക്ഷിക്കപ്പെട്ട എത്ര കൊല്ലമായെന്നല്ല വിഷയം. നീ ദൈവത്തിന് വേണ്ടി പ്രമാണത്തിന് വേണ്ടി നിന്നോ, നിന്റെ തലമുറയ്ക്ക് ഇത് എങ്ങനെ ചുമക്കണമെന്ന്, എപ്രകാരം ചുമക്കണമെന്ന്, എങ്ങനെ എടുക്കണമെന്ന് ഒരു തിരിച്ചറിയും. പക്ഷേ പേടിച്ചു കൊണ്ടുവച്ചത് 3 മാസം ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. ഒബേദേദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്നതിൽ അവന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കളിയാക്കി ഭാഗവതരി ചേട്ടാന്ന് വിളിക്കും, മുമ്പേ സാക്ഷ്യം പറഞ്ഞ ചേട്ടനെ. സ്വത്രം. ദിവസങ്ങൾ ആഴ്ചകളെ ആയുള്ള ദിവസത്തിൽ വന്നിട്ട് സ്വത്രം. പക്ഷെ ഇതിനോടകം സ്വത്രം 3 ആഴ്ച 21 ദിവസമായി സ്നാനപ്പെട്ടിട്ട്. പക്ഷേ സ്വത്രം 21-ലധികം പേരോട് സുവിശേഷം പറയും. 25 വർഷമായി, 45 വർഷമായി, 5-ാം തലമുറയായി. മന്ന കിട്ടി ഇസ്രായേൽ മക്കളെ പോലെ. ആദ്യം കിട്ടിയപ്പോ പറഞ്ഞത് തേൻ കൂട്ടിയ ദോശ പോലെ, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ പറഞ്ഞ് എണ്ണ ചേർത്ത്, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ഈ സാരമില്ലാത്ത ആർക്ക് വേണം. സ്തോത്രം. തമ്പുരാൻ ഇന്നും ആയിരങ്ങളെ 10,000-ങ്ങളെ തമ്പുരാനിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുകയും. സ്തോത്രം സ്തോത്രം. ഞാൻ യുഎസ് ചെന്നപ്പോൾ ഒരു ബ്ലാക്ക് മനുഷ്യന്റെ ഒരു സാക്ഷ്യം കേട്ടു. സ്തോത്രം. അവൻ അപ്പൻ ആരാന്ന് അറിയത്തില്ല, അമ്മ ആരാന്ന് അറിയത്തില്ല, കൂടെ പറഞ്ഞവരാരാന്നൊന്നും അറിയത്തില്ല. പക്ഷെ അവന്റെ സാക്ഷ്യം, അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടരുടെ ചർച്ചയിൽ ഞാൻ പോയപ്പോൾ ഞാൻ കേട്ടു. എന്റെ ചങ്ക് പൊട്ടി. സ്തോത്രം. ആരും ചേർത്ത് പിടിക്കാനില്ല. സ്തോത്രം. അവിടെയും ഭിക്ഷക്കാരുണ്ടോന്ന് ചോദിച്ചാൽ അവിടെയും ഉണ്ട് ഇഷ്ടം പോലെ. സ്തോത്രം. അങ്ങനെ അവൻ തകർന്നിടഞ്ഞ് മരിച്ചാ മതി എന്ന് പറഞ്ഞ് സ്തോത്രം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരിക്കും. ഒരു രാത്രി മരിക്കണമെന്ന് കൊതിച്ച് ഒരിടത്ത് പോയിരിക്കുമ്പോഴാണ് ഒരു വേസ്റ്റ് ബിന്നിനകത്ത്, കൂരിരുട്ടിനകത്ത് എന്തോ കിടന്ന് തിളങ്ങുന്നു. സ്തോത്രം. എന്തോ കിടന്ന് തിളങ്ങുന്നു. സ്തോത്രം. വന്നിരുന്നപ്പോഴില്ല, പക്ഷെ ഇരുട്ടത്ത് എന്തോ അതിനകത്ത് തിളങ്ങുന്നു. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അതില്ല. വീണ്ടും പോയിരുന്നു. സ്തോത്രം. വീണ്ടും വന്ന് നോക്കിയപ്പോഴെന്താ, ഒരു പേപ്പർ കഷ്ണം, ഒരു ട്രാക്ട് കീറിയത് ചുരുട്ടിയിട്ടിരിക്കുക. ഞാൻ ഓർത്ത് ദൈവത്തിന് ഏത് വിധത്തിലും ജനത്തെ രക്ഷിക്കാൻ കഴിയും. മരിക്കാനിരുന്നവന്റെ മരണം മാറ്റാൻ ആരുടോ കയ്യിൽ കെട്ടിയ ഒരു ഇംഗ്ലീഷ് ട്രാക്ട്, ഒറ്റ വേടയുള്ള ബസ്, അതിനകത്ത് ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഈ ഒരൊറ്റ വേട് ആരുടെയോ കയ്യിൽ കിട്ടിയത് വേണ്ടാത്തവൻ വേസ്റ്റ് ബിന്നകത്ത് എറിഞ്ഞത്. മരിച്ചാ മതി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നവന്റെ കണ്ണിന്റെ മുമ്പിൽ വെളിച്ചമായി തുറന്നു വെളിച്ചത്ത് കൊണ്ട് നോക്കിയപ്പോൾ ഇതാരാണ്? ഞാനാകുന്നവൻ ഞാനാ. തിരക്കി പിടിച്ച് ഇന്ന് അവനൊരു പാസ്റ്ററായിരിക്കുക. അല്ലെങ്കിൽ ഇന്ന് ആ കറുത്ത മനുഷ്യനൊരു പാസ്റ്ററായിരുന്നു. ആയിരങ്ങളെ യേശുവിന് വേണ്ടി നേടുക. ആ ദൈവദാസൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ഒരു ദൈവമായ എന്താ ജീവിപ്പിച്ചത്? ജീവിക്കാൻ പ്രേരണ തന്ന ദൈവം. അല്ലെങ്കിൽ മരണം വാതിലിന് പുറത്തു പോയി. പട്ടണത്തിനകത്തുനിന്ന് മരണം വാതിലിന് പുറകിലേക്ക് ചെന്നു. ഒരു രക്ഷയില്ല, ഒരു മടങ്ങി വരവില്ലാത്ത യാത്രയായി അത് മുന്നോട്ട് പോകുമ്പോൾ പ്രൈസ് ദി ലോർഡ്, മരണത്തെ മാറ്റാൻ കരുത്തുള്ളവൻ, കണ്ണുനീര് തുടയ്ക്കാൻ കരുത്തുള്ളവൻ, പട്ടണത്തിനകത്തേക്കൊരു യാത്ര, പുറത്തോട്ടുള്ള വിലാപയാത്രയിൽ അകത്തോട്ടൊരു വരവ്, മരണത്തെ തുടച്ചു മാറ്റാൻ കരുത്തുള്ള ഒരു ദൈവം ഇന്ന് രാത്രി വിശ്വസിച്ചോ? നിന്റെ കുടുംബത്തിനകത്ത് വരുവാനിരിക്കുന്ന, നിന്റെ തലമുറയ്ക്ക് വരുവാനിരിക്കുന്ന ചില അനർത്ഥങ്ങൾ വഴിമാറി പോകും.
പട്ടണത്തോടടുക്കുമ്പോൾ വാതിലിന് വെളിയിലേക്ക് പോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പട്ടലിന്റെ വാതിലിനോട് അടുത്തപ്പോൾ സ്തോത്രം, അമ്മയുടെ ഏകജാതൻ, അവൾ ഒരു വിധവയായിരുന്നു. Praise the Lord. അവിടെ കാണാൻ കഴിയുന്നു, പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരം അവിടെ കൂടെയുണ്ട്. കാരണം ഇനി ഒരിക്കലും മഞ്ചത്തിൽ കിടക്കുന്ന തലമുറയ്ക്കൊരു മടങ്ങി വരവില്ല. ചിലതിനെ നോക്കി പിശാച് ഇന്നും പറയുന്ന, കയറിയത് മഞ്ചത്തിലാണ്, മടങ്ങി വരവില്ല. ഇന്ന് രാത്രി ഇവിടെ ഒരു അക്ഷരീയ മരണമാണ് കണ്ടത്. ഇന്ന് ആത്മീക മരണം കണ്ടുകൊണ്ട് അനേകർ വേദനിക്കുന്ന മാതാപിതാക്കൾ ഒരു ദൂത് പറയാം: ഇനി ഒരിക്കലും ഒരു മടങ്ങി വരവ് ഇതിനകത്തു നിന്നില്ലെന്ന് വെല്ലുവിളിക്കുന്നതിന്റെ നടങ്ങ് മടങ്ങി വരവുണ്ടെന്ന് വെളിപ്പെടുത്തുന്നവൻ. വിശ്വസിച്ചോ, വിശ്വസിച്ചോ, നിന്റെ കൂട്ടാളിക്കൊരു മടങ്ങി വരവില്ലെന്ന്, നിന്റെ തലമുറയ്ക്കൊരു മടങ്ങി വരവില്ലെന്ന്, നിന്റെ പ്രിയപ്പെട്ടവർക്കൊരു മടങ്ങി വരവില്ലെന്ന് പിശാച് വെല്ലുവിളിച്ച് എന്നേക്കുമായി അകത്തുനിന്ന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ പുറത്തോട്ടല്ല, തിരിച്ചു പട്ടണത്തിനകത്തേക്ക് ജീവനുള്ളവനായി കൊണ്ടുവരുവാൻ കരുത്തുള്ള ഒരു ദൈവമുണ്ട്. വിശ്വസിക്കേ, മരണം മാറ്റുന്നവൻ. ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ, വിധി എഴുതി കൊണ്ടുപോയപ്പോ മരണമെന്ന് പറഞ്ഞാ പോയിരിക്കുന്നത്. ആ മരണമല്ല, മരണത്തെ മാറ്റി ഒരു മടങ്ങി വരവ്. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? പുറത്തോട്ട് കൊണ്ടുപോയത് മടങ്ങി വരവില്ലെന്ന് പറഞ്ഞു, തിരിച്ചു വരുത്തില്ലെന്നും പറഞ്ഞൊരു യാത്രയാ പോയത്. പക്ഷെ തിരിച്ചു വരുത്താൻ കരുത്തുള്ള ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നോ? ആ ദൈവം ജീവിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന എന്റെ യേശു കല്ലറകളെ തുറന്നവനാ. എന്റെ ദൈവം കല്ലറകളെ തുറന്നവനാ, കാരാഗ്രഹത്തെ തുറന്നവനാ, ചങ്ങലകളെ അഴിച്ചവനാ, ബന്ധനങ്ങളെ തകർക്കുന്നവനാ, കേട്ടുകളെ പൊട്ടിച്ചവനാ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രിയിലും ആ ശക്തി വ്യാപരിക്കുകയോ. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. വലിയൊരു കൂട്ടം കൂടെ ഉണ്ടെങ്കിലും തമ്പുരാൻ മനസ്സലിഞ്ഞത് ഒരുത്തിയോട് മാത്രമാണ്. വലിയ പുരുഷാരം കൂടെ ഉണ്ടായിട്ടും തിക്കിത്തിരക്കിയിട്ടും ശക്തി പുറപ്പെട്ടത് ഒരുവടെ മേല. ഇന്ന് രാത്രിയിൽ അത് പ്രാപിച്ചെടുക്കാൻ അയ്യോ, ലോകത്തിന് ചോദിക്കാനുണ്ട്, എന്നാ പിന്നെ എല്ലാരും മരിക്കുന്നതോ, എല്ലാരും രോഗികളായതോ, എന്നാ മെഡിക്കൽ കോളേജ് വേണ്ടായിരുന്നല്ലോ. സ്തോത്രം. വലിയ പുരുഷാരം തിക്കിത്തിരക്കിയപ്പോഴും കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടത്. ഉള്ളം കത്തുന്ന ഒരു വെളിപ്പാട്. അവന്റെ വസ്ത്രത്തിന്റെ പറഞ്ഞേ, സൗഖ്യമുണ്ടോ സഭയ്ക്കകത്ത്? ഒന്ന് പറ, സഭയ്ക്കകത്ത് സൗഖ്യമുണ്ടോ? പറഞ്ഞേ. യെശയ്യാവ് 6 അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചു. വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചെങ്കിൽ ആരാധനയെങ്കിൽ അകത്ത് സൗഖ്യമുണ്ടെന്ന തൊങ്ങലിൽ തൊട്ടവൻ സൗഖ്യമായെങ്കിൽ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരിക്കുകയോ. വിശ്വാസത്തോടെ മന്ദിരത്തിൽ അവിടെ ആരാധനയാ വെളിപ്പെട്ടുകളെ. സാറാഫുകളുടെ ആരാധനയാ മന്ദിരത്തിനകത്ത് വെളിപ്പെട്ടത്. 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആർക്കുമോ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയെങ്കിൽ ആരാധനയുടെ മഹത്വം വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചു. അത് തൊട്ടവന് സൗഖ്യമാണ്. ജീസസ് ജീസസ്. ഇവിടെ നോക്ക്,
വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ കാണാൻ കഴിയുന്നത് സ്തോത്രം, ഒറ്റ സെക്കൻഡ് നോക്കുകയെ, സ്തോത്രം, മരിച്ചവനെ പുറത്തോട്ട് കൊണ്ടുവരിക. ഒരു കൂട്ടം കുഴിയെടുത്തിട്ട് കാത്തിരിക്കുക, എങ്ങനെയും കൊണ്ടുവന്ന് ഈ കുഴിക്കകത്തോട്ട് ഇടണം, മൂടണം, ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. സ്തോത്രം, ഹല്ലേലൂയ. ഒരു കൂട്ടർ ചുമന്ന് ഭാരം ചുമന്നുകൊണ്ട് പോവാ. എങ്ങനെയും ഈ ഭാരം ഒന്ന് കൊണ്ട് ആ കുഴിയുടെ വക്കത്ത് കൊണ്ടൊന്ന് വെക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഒരു കൂട്ടർ കരഞ്ഞുകൊണ്ട് പോയി. എങ്ങനെയെങ്കിലും ഇത് അടക്കം ഒന്ന് കഴിഞ്ഞിട്ട് വീട്ടിൽ, നമ്മുടെ ഭാഷ കൊണ്ട് പൊതി മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകാനിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെ കാത്തിരിക്കുക. കുഴിയിലിട്ട് മൂടണം, ഭാരമെടുത്തൊന്ന് താത്തു വെക്കണം, എങ്ങനെയും പൊതി മേടിച്ചോണ്ട്. പക്ഷെ ചങ്ക പൊട്ടുന്നവർക്കറിയാം, സകലതും നഷ്ടപ്പെട്ട് വേദനിക്കുന്നവരോട് തമ്പുരാന് പറയും, നീ കരയണ്ടെന്ന്. കരച്ചിൽ കണ്ട് ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവന്നവൻ, ആഗാറിന്റെ തലമുറയുടെ കരച്ചിൽ കണ്ട് മരുഭൂമിയിൽ ഉറവ തുറന്ന് വെച്ചിരുന്നവൻ, ഇന്ന് രാത്രി വിളിച്ചു പറയാം, അല്ലെ മറിയ കല്ലറവാതുക്ക കരഞ്ഞുകൊണ്ട് നിന്നവൾ, അല്ലെ ഇറങ്ങി നോക്കിയവൻ റൂമാല് കണ്ടു, കുനിഞ്ഞു നോക്കിയവൻ ശീല കണ്ടു, കരഞ്ഞു നോക്കിയവൾ കർത്താവിനെ കണ്ടു. കരയുന്നവന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ദൈവം. സ്തോത്രം, വ്യസനിപ്പിക്കുന്ന ആശ്വാസപ്രദന്മാരുള്ള ഈ ലോകത്ത്, സ്തോത്രം, ഹല്ലേലൂയ. സ്നേഹിതരകലം വിട്ടാലും, കൈപിടിച്ചവൾ നിന്ദിച്ചു തള്ളിപ്പറഞ്ഞാലും, മരിക്കാൻ പ്രേരിപ്പിക്കുന്നവരുടെ നടുവിൽ ഉടപ്പിറന്നവർക്ക് അവന്റെ ശ്വാസം അസഹ്യമായി മാറിയപ്പോൾ, സകലരും നിന്ദിച്ചപ്പോഴും അവന്റെ ഭക്തിയെ അവൻ മുറുകെ പിടിച്ചു. അവനൊരു കാര്യം അറിയാം, ഭക്തിയെ മുറുകെ പിടിച്ചവൻ പറഞ്ഞു, ദേഹസഹിതനായി ഞാൻ എന്റെ പ്രിയനെ കാണൂ. കൈപിടിച്ചവൻ തള്ളിക്കളഞ്ഞാലും, സ്നേഹിതരകലം വിട്ടാലും, സകലതും നഷ്ടപ്പെട്ടാലും, അന്യനല്ലോ, എന്റെ സ്വന്തം കണ്ടുകൊണ്ട് ഞാൻ അവനെ കാണൂ. നീ എന്നെ പൊന്നുപോലെ സ്തോത്രം, നീ എന്നെ എത്ര ശോധന ചെയ്താലും ഞാൻ പൊന്നുപോലെ പുറത്തു വരും. കാരണം ശോധനയുണ്ട്, നിന്റെ കീടം നീങ്ങും. എത്ര പേർക്ക് മനസ്സിലായി? തീക്കകത്തിട്ടുള്ള കീടം നീക്കാനായിട്ടത്, ചില അശുദ്ധി നീക്കാനായിട്ടത്, ചില അശുദ്ധി മാറ്റാനായിട്ടത്. നീ തീക്കകത്ത് വീണിട്ടുണ്ടെങ്കിൽ, നീ ചിലതിനകത്തൂടെ പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്റെ അശുദ്ധിയെ ഒന്ന് മാറ്റാനാ, അശുദ്ധിയെ ഒന്ന് മാറ്റാനാ. അശുദ്ധി ചാരമാകുമ്പോ പൊന്ന് പുറത്തു വരും. വാക്കുകൾക്ക് വിരാമം കുറിക്കുക. സ്തോത്രം, കുഴിക്കകത്തിട്ട് മൂടാൻ നോക്കുന്നവരുടെ നടുവിൽ ഇനി അവന്റെ പേര് പോലും വേണ്ട, അവസാനം കുറിച്ചവരുടെ നടുവിൽ, ഭാരമങ്ങ് മാറിയാ മതി എന്ന് പറഞ്ഞവരുടെ നടുവിൽ, ചിലര് പറയും ഇവനൊരു ഭാരമാ. സ്വന്തക്കാർക്ക് നീ ഭാരമായി വരുമ്പോൾ, ബന്ധുജനത്തിന് നീ ഭാരമായി വരുമ്പോൾ, വീട്ടുകാർക്ക് ഭാരമായി വരുമ്പോൾ, നിന്റെ ഭാരം ഇങ്ങോട്ട് വെച്ചോ, ഞാൻ ചുമക്കാമെന്ന് പറഞ്ഞ ഏകരക്ഷകൻ യേശുവാ, ഏകരക്ഷകൻ യേശുവാ. ഈ ഭൂമിയിലുള്ളവരെല്ലാം നീ ഭാരമോ എന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തുമ്പോ, നിന്റെ ഭാരം ചുമക്കുന്നവൻ ഒരുവനാ, ലോകരക്ഷകനോ യേശു പറഞ്ഞു, നിന്റെ ഭാരം കുഞ്ഞേ ഞാൻ ചുമക്കാം. Thank you, Lord. Thank you, Jesus. Hallelujah. കർത്താവ് അവളെ കണ്ടിട്ട് മനസ്സറിഞ്ഞു. കുഴിയെടുത്തവനെ കണ്ടല്ല, മഞ്ചം ചുമന്നവനെ കണ്ടല്ല, കൂടെ കരഞ്ഞവനെ കണ്ടല്ല, അവളെ കണ്ടപ്പം മനസ്സറിഞ്ഞിട്ട് അവളോട് പറഞ്ഞു, നീ വരേണ്ട. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? അവൻ അടുത്തോട്ടങ്ങ് ചെന്നു മഞ്ചത്തെ. സ്തോത്രം, ഒരിക്കൽ ഞാൻ ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് രാത്രി ദൈവാത്മാവിനോട് ഇടപെട്ടതായത്, തൊട്ടപ്പ ചുമക്കുന്നവരെന്ത് ചെയ്തു പറഞ്ഞേ, എന്നേക്കുമായി ഇവിടെ തലമുറയെ ഇവളിൽ നിന്ന് അകറ്റിക്കളഞ്ഞ മഞ്ചം ഇനി ഒരിക്കലും ഇത് തുറന്ന് നിന്റെ തലമുറ പുറത്തു വരുത്തില്ലെന്ന് വാദിച്ചിരുന്ന മഞ്ചം. ഇന്ന് രാത്രി ഒരു ആത്മീയ ദൂതൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം.
യേശു തൊട്ടാൽ ചുമക്കുന്നവർ നീക്കും. ഒരു പക്ഷേ സ്തോത്രം അക്ഷരീയ മരണമായിവിടെ രാത്രി ഒരു ദൂത് പറയാം. സ്തോത്രം. അല്ലെങ്കിൽ ഈ മഞ്ചം ഒരുപക്ഷെ മദ്യപാനമായിരിക്കാം. ഈ മഞ്ചം ഒരുപക്ഷെ MDMA ആയിരിക്കാം, മയക്കുമരുന്നായിരിക്കാം. ഈ മഞ്ചം ഒരുപക്ഷെ അധാർമിക പ്രവൃത്തിയായിരിക്കാം. ഈ മഞ്ചം ഒരുപക്ഷെ സ്തോത്രം മൊബൈലായിരിക്കാം. നിന്റെ തലമുറയെ നാശത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഈ മഞ്ചത്തെ ഇന്ന് രാത്രി യേശു ഒന്ന് തൊടാൻ പോവാ. യേശു തൊട്ടാ പിന്നെ ഒരു ചെവിടിനി അത് മുന്നോട്ട് പോകത്തില്ല, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകത്തില്ല. കൂട്ടുകാരിയുമായിരിക്കാം നിന്റെ തലമുറയെ വശീകരിച്ച് എന്നേക്കുമായി നിന്നിൽ നിന്ന് അകറ്റി നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ബന്ധം ഇന്ന് രാത്രിയിൽ സ്വർഗം തൊടാൻ